ഹലോ മക്കളെ, നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും എന്നാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ്. നമ്മൾ ഈ പാഠം പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് ഈ പാഠം എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പാഠത്തെ നമുക്ക് 2 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രോ കാർബണിനെ കുറിച്ചും അതുപോലെ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവുമാണ് നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുക. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐസോമറിസത്തെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുക കേട്ടോ. നമ്മൾ പാഠത്തിലേക്ക് കടക്കുകയാണ്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണം എന്ന് പറയുന്ന ടോപ്പിക്കിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കാം. ഒന്നാമത്തെ ഹെഡിങ് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒരു ശാഖയുള്ള ആൽക്കേനുകളുടെ നാമകരണമാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നിലധികം ശാഖകൾ അടങ്ങിയിട്ടുള്ള ആൽക്കേനുകളുടെ നാമകരണമാണ്. അത് കഴിഞ്ഞാൽ അപൂരിത ഹൈഡ്രോ കാർബണുകളുടെ നാമകരണമാണ് നമുക്ക് പഠിക്കാനുണ്ടാവുക. ഹെഡിങ് നിങ്ങൾ കാണാൻ പറ്റും. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരുന്ന ഹൈഡ്രോ കാർബണുകളുടെ നാമകരണമാണ്. ഫങ്ഷണൽ ഗ്രൂപ്പിൽ നമുക്ക് അറൗണ്ട് 5-6 ഫങ്ഷണൽ ഗ്രൂപ്പുകൾ പഠിക്കാനുണ്ട്. അതിലൊന്നാമത്തതാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് കാർബോക്സിൽ ഗ്രൂപ്പ്, ദെൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ്, ദെൻ കീറ്റോ ഗ്രൂപ്പ്, ദെൻ ആൽക്കോക്സി ഗ്രൂപ്പ്, അതുപോലെ ഹാലോ ഗ്രൂപ്പ്. ഇത്രയും ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരോമാറ്റിക് ഹൈഡ്രോ കാർബണിനെ കുറിച്ചാണ്. അപ്പോൾ ടോട്ടൽ ഞാൻ പറഞ്ഞല്ലോ, ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് 5 സബ് ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട് കേട്ടോ. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു ശാഖയുള്ള ആൽക്കെയിൻ, രണ്ടാമത്തത് ഒന്നിലധികം ശാഖയുള്ള ആൽക്കെയിനുകളുടെ കേസ്, മൂന്നാമത്തത് അപൂരിത ഹൈഡ്രോ കാർബൺ. അപൂരിതം എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുന്ന ഹൈഡ്രോ കാർബൺ, അതായത് ദ്വിബന്ധനമോ ത്രിബന്ധനമോ വരുന്ന ഹൈഡ്രോ കാർബണിനെ പറയുന്ന പേരാണ് അപൂരിത ഹൈഡ്രോ കാർബണുകൾ. അത് കഴിഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരുന്ന ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഏറ്റവും അവസാനം നമ്മൾ അരോമാറ്റിക് ഹൈഡ്രോ കാർബണിനെ കുറിച്ചും പഠിക്കും. അരോമാറ്റിക് ഹൈഡ്രോ കാർബണിൽ ആകെ 3 എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചാൽ മതി. ഞാൻ ഈ സ്ക്രീനിൽ എഴുതിയതുപോലെ 1 ബെൻസീൻ, 2 ഫീനോൾ, 3 ബെൻസോയിക് ആസിഡ്. ഓക്കെ, ഇനി ഈ പാഠം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ ഭാഗമായിട്ട് ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം മക്കളെ, ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജനും കാർബണും അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങളെ പറയുന്ന പേരാണ് ഹൈഡ്രോ കാർബൺ. ഈ ഹൈഡ്രോ കാർബണുകളെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് പൂരിത ഹൈഡ്രോ കാർബണും രണ്ടാമത്തത് അപൂരിത ഹൈഡ്രോ കാർബണും. പൂരിത ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകബന്ധനം, അതായത് സിംഗിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോ കാർബണുകളെ പറയുന്ന പേരാണ് പൂരിത ഹൈഡ്രോ കാർബൺ. അതിനെ നമ്മൾ കോമൺ ആയിട്ട് ആൽക്കെയിൻ എന്നാണ് വിളിക്കുക. അതുപോലെ അപൂരിത ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉള്ള ഹൈഡ്രോ കാർബണിനെ പറയുന്ന പേരാണ് അപൂരിത ഹൈഡ്രോ കാർബൺ. അതിന് എക്സാമ്പിളാണ് ആൽക്കീനും ആൽക്കൈനും. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ കാർബണിനെ കുറിച്ച് പഠിക്കാൻ പോകാം. നമ്മൾ കാർബൺ എന്താണ്, കാർബണിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, കാർബൺ എന്ന് പറഞ്ഞാൽ മക്കളെ, കാർബണിൻ്റെ കേസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 6. അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം വരുന്നത് 2,4 ആണ്. കാർബണിൻ്റെ സംയോജകത വരുന്നത് 4 ആണ്. അതായത് സംയോജകത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർബണിന് എത്ര ഇലക്ട്രോൺ കിട്ടിയാലോ അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺ ഷെയർ ചെയ്താലാണ് കാർബണിന് നമ്മുടെ ഉത്കൃഷ്ടവാതകത്തിൻ്റെ, അതായത് നോബൽ ഗ്യാസിൻ്റെ, ആ രീതിയിൽ നമ്മൾ നോബൽ ഗ്യാസിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ലഭിക്കുക. അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ സംയോജകത 4 എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം അതിനെ നിങ്ങൾ ഈ രീതിയിൽ മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മളൊരു ഹൈഡ്രോ കാർബൺ എഴുതുമ്പോൾ കാർബണിന് ചുറ്റും 4 ബോണ്ടുകൾ വേണം. അത് നിർബന്ധമാണ്. 4 കൂടുതലാവാൻ പാടില്ല, 4 കുറയാനും പാടില്ല. 4 മസ്റ്റാണ്. അത് മാത്രം നിങ്ങളുടെ മൈൻഡിൽ വേണം കേട്ടോ എപ്പോഴും. അതുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങളൊക്കെ ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നിങ്ങൾ, ഞാൻ ഒരു കാർബൺ മാത്രം എഴുതി, അതിന് ചുറ്റും ഞാൻ 4 ബോണ്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കാർബണിന് ചുറ്റും എല്ലാ സമയത്തും 4 ബോണ്ടുകൾ നമ്മൾ വരച്ചിരിക്കണം. രണ്ടാമത്തെ കേസിൽ CC 2 കാർബൺ ഉണ്ട്. 2 കാർബൺ നിങ്ങൾ ഓരോന്നോരോന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, ഓരോന്നിനും ചുറ്റും 4 ബോണ്ടുകൾ ഉണ്ടായിരിക്കും. അതുപോലെ അടുത്തത് ഞാൻ 3 എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ആ എക്സാമ്പിൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്തെ എക്സാമ്പിൾ ഞാൻ എഴുതിയിരിക്കുന്നത് CH3 CH2 CH2 CH3 എന്നാണ്. ഇങ്ങനെ ആയി മക്കളെ? എന്തിനാണ് ഈ ഹൈഡ്രജൻ നമുക്ക് ഇവിടെ ആഡ് ചെയ്തത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലേ? ഹൈഡ്രജൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മക്കളെ ഹൈഡ്രോ കാർബൺ ആണല്ലോ. ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു ഹൈഡ്രോ കാർബണിൻ്റെ സംയോജകത പൂർത്തീകരിക്കുന്നത് ഹൈഡ്രജനാണ്.
ഫോർ എക്സാമ്പിൾ ഒന്നാമത്തെ കേസിൽ ഞാൻ പച്ച കളർ ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ചെയ്തു. ഒരു സി അല്ലേ, ആ സിക്ക് ചുറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ബോണ്ടിലേ കാണുന്നുള്ളൂ മക്കളെ, പച്ച കളറിലെ ഒരു ബോണ്ടിലേ കാണുന്നുള്ളൂ. അപ്പോൾ കാർബണിന് ചുറ്റും ഒരു ബോണ്ടേ ഉള്ളൂ. പക്ഷേ കാർബണിന് ചുറ്റും ഓൾവേസ് എത്ര ബോണ്ട് വേണം? 4 ബോണ്ട് വേണം, വേണ്ടേ? അപ്പോൾ ആ 4 ബോണ്ടിലേക്ക് ഇനി കാർബൺ എത്ര ബോണ്ട് കൂടി വേണം? ആവശ്യമുണ്ട്, 3 എണ്ണം വേണം. ആ 3 ബോണ്ട് കാർബൺ ആരുമായിട്ടാണ് കാർബണ് ഫോം ചെയ്യുക? അത് ഹൈഡ്രജനുമായിട്ടാണ് ആ ബോണ്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ കാർബണിന് ചുറ്റും ബോണ്ടുകൾ കുറവാണെങ്കിൽ അത് നമ്മൾ ആരെ ഉപയോഗിച്ചിട്ടാണ് അത് നികത്തുക? ഹൈഡ്രജൻ ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെയാണ് തൊട്ടതായ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കും മക്കളെ. CH3 CH 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 എങ്ങനെയാണ് CH ആയി മാറിയത്? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, രണ്ടാമത്തെ കാർബണിലേക്ക് നോക്കുക. രണ്ടാമത്തെ കാർബണിൽ അതിന് ചുറ്റും ഓൾറെഡി എത്ര ബോണ്ട് ഉണ്ട്? ലെഫ്റ്റ് സൈഡിൽ 1 ബോണ്ടും റൈറ്റ് സൈഡിൽ 2 ബോണ്ട്, അപ്പോൾ ടോട്ടൽ 3. ശരിക്കും കാർബണിന് ചുറ്റും എത്ര ബോണ്ട് വേണം? 4 വേണ്ടേ? അപ്പോൾ 4 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആരും ഉപയോഗിക്കും? ഹൈഡ്രജൻ ഉപയോഗിക്കും. അതുകൊണ്ടാണ് അവിടെ CH വന്നത് കേട്ടോ. റെഡി അല്ലേ? ഇപ്പോൾ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, റെഡി. ഇനി അടുത്തതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്, നമ്മളൊരു ഓർഗാനിക് സംയുക്തങ്ങൾക്ക് പേര് നൽകുന്ന സമയത്ത് നമ്മൾ വളരെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പദമൂലങ്ങൾ. ആകെ കൂടെ നമുക്ക് 10 പദമൂലങ്ങളാണ് പഠിക്കാനുള്ളത്. ഈ 10 പദമൂലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രോ കാർബണിൽ എത്രയാണോ കാർബണിൻ്റെ എണ്ണം, ആ എണ്ണത്തിനനുസരിച്ചാണ് പദമൂലം വരിക. ഒന്നാമത്തെ കേസ്, കാർബൺ നമ്പർ 1 ആണെങ്കിൽ മീത്ത് എന്ന് പറയണം. കാർബൺ നമ്പർ 2 ആണെങ്കിൽ ഈത്ത് എന്ന് പറയണം. 3 ആണെങ്കിൽ പ്രൊപ്പ്, 4 ആണെങ്കിൽ ബ്യൂട്ട്, 5 ആണെങ്കിൽ പെൻറ്റ്, 6 ആണെങ്കിൽ ഹെക്സ്, 7 ആണെങ്കിൽ ഹെപ്റ്റ്, 8 ആണെങ്കിൽ ഒക്റ്റ്, 9 ആണെങ്കിൽ നോൺ, 10 ആണെങ്കിൽ ഡെക്ക്. ഈ രീതിയിലാണ് നമ്മൾ പദമൂലങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. നിർബന്ധമായിട്ട് എല്ലാ കുട്ടികളും ഈ 10 പദമൂലങ്ങൾ അറിഞ്ഞിരിക്കണം. റെഡി. ഇനി നമ്മൾ വളരെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ പിൻ പ്രത്യയം എന്ന് പറഞ്ഞാൽ. പിൻ പ്രത്യയം വാക്കിൽ തന്നെയുണ്ട്. പിൻ പ്രത്യയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് പ്രധാനമായിട്ട് ഉപയോഗിക്കുക ഒരു ഹൈഡ്രോ കാർബണിന് പേര് കൊടുക്കുന്ന സമയത്ത് ആ ഹൈഡ്രോ കാർബണിലെ ബോണ്ട് നോക്കുക നമ്മൾ. ഇപ്പോൾ ഏകബന്ധനാണെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനം പിൻ അല്ലെങ്കിൽ പിന്നിൽ ഏറ്റവും അവസാനത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് എയിൻ എന്നായിരിക്കും. ദ്വിബന്ധനം ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈൻ എന്നാണ്. ത്രിബന്ധനമാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഐൻ എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മുകളിൽ ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ട് നേരത്തെ എക്സാമ്പിൾ അല്ലേ. നോക്കൂ, ഫസ്റ്റത്തത് ഏകബന്ധനാണ് എക്സാമ്പിളിൽ, രണ്ടാമത് ദ്വിബന്ധനമാണ്, മൂന്നാമത്തത് ത്രിബന്ധനമാണ്. മക്കൾ ഒന്നാമത്തിൻ്റെ പേര് വരുന്നത് ബ്യൂട്ടെയിൻ ആണ്. ഏകബന്ധനായതുകൊണ്ട് ലാസ്റ്റ് എയിൻ എന്ന് പറയണം. രണ്ടാമത്തിൻ്റെ പേര് വരെ ബ്യൂട്ട് ടു ഈൻ എന്നാണ്, കാരണം ഡബിൾ ബോണ്ട് വന്നു, അതുകൊണ്ട് ഈനായിട്ട് മാറി. മൂന്നാമത്തിൻ്റെ പേര് പ്രൊപ്പ് 1 ഐൻ എന്നാണ്. നമ്മൾ ഐൻ ഉപയോഗിക്കണം. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. റെഡി. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാം. എക്സാമ്പിൾസ് മീൻസ് നമ്മൾ പറഞ്ഞല്ലോ ആദ്യത്തെ ടോപ്പിക്ക് നമ്മൾ ആരെക്കുറിച്ചാണ് പഠിക്കുന്നത്? ഒരു ശാഖയുള്ള ആൽക്കേനുകളുടെ നാമകരണം. ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഒരു ശാഖയുള്ള ആൽക്കേനുകളുടെ നാമകരണം. എല്ലാവർക്കും ഹെഡിങ് കാണാൻ പറ്റും. ഹെഡിങ്ങിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് പഠിക്കാം. എന്താണ് ഈ ശാഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് തരുന്ന ഹൈഡ്രോ കാർബണിൽ പ്രധാനമായിട്ടും വരുന്നത് 3 ശാഖകളാണ്. ഒരു ശാഖയുടെ പേരാണ് മീഥൈൽ. ഒരു കാർബണുള്ള ഈ ശാഖയെ വിളിക്കുന്ന പേരാണ് മീഥൈൽ. 2 കാർബണുള്ളതാണെങ്കിൽ ഈഥൈൽ എന്ന് പറയും. 3 കാർബണുള്ളതാണെങ്കിൽ പ്രൊപ്പൈൽ എന്ന് പറയും. നമ്മൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു ശാഖയുള്ള ആൽക്കേനുകളുടെ നാമകരണം എന്നാണ് അല്ലേ. ഒരു ശാഖയുള്ള ആൽക്കേനുകളുടെ നാമകരണം. ഈ കേസിൽ നമുക്ക് കാണാം എങ്ങനെയാണ് ശാഖ എങ്ങനെയാണ് മക്കളെ കണ്ടെത്തുക? ശാഖ കണ്ടെത്താൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്കൊരു ആൽക്കെയിൻ തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളതിൽ പ്രധാന ചെയിൻ കണ്ടെത്തണം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊരു എക്സാമ്പിൾ ഉണ്ട്. പ്രധാന ചെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഹൈഡ്രോ കാർബണിലെ ഏറ്റവും നീളം കൂടിയ ചെയിനെ പറയുന്ന പേരാണ് പ്രധാന ചെയിൻ. പ്രധാന ചെയിൻ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അതിനെതിരെ ഇതുപോലൊരു ബോക്സിലാക്കി മാറ്റുക. പ്രധാന ചെയിനിൽ ഉൾക്കൊള്ളാത്ത ആൾക്കാരുണ്ടാവില്ലേ, അവരെ പറയുന്ന പേരാണ് ശാഖ. ശാഖകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 ശാഖകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് CH3 ആണെങ്കിൽ അതിൻ്റെ പേര് മീഥൈൽ, CH2 CH3 എന്നാണെങ്കിൽ ഈഥൈൽ, CH2 CH2 CH3 എന്നാണെങ്കിൽ പ്രൊപ്പൈൽ എന്നായിരിക്കും. റെഡിയല്ലേ? ഇപ്പോൾ നമുക്ക് ഒന്നാമത്തെ കേസിൽ ഒരു ശാഖയുള്ള ആൽക്കേനുകളുടെ നാമകരണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തരുന്ന ആൽക്കേനിലൊക്കെ എത്ര ശാഖ ഉണ്ടാവുള്ളൂ? ഒരു ശാഖയുള്ള കേസാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ശാഖ വരുന്ന കേസിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആദ്യം ചെയ്യേണ്ട മക്കളെ, നമ്മൾ അതിൻ്റെ ഇക്വേഷൻ പഠിക്കണം. എങ്ങനെയാണ് ഇക്വേഷൻ ഇവരെ മക്കളെ എഴുതേണ്ട രീതി? ആദ്യം നമ്മൾ എഴുതേണ്ട ശാഖയുടെ സ്ഥാനസംഖ്യയാണ്. പിന്നെ
സംഖ്യ ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഹൈഫൺ കൊടുക്കണം. ഹൈഫൺ. ഇതാ ഒരു എക്സാമ്പിൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. 2 മിഥൈൽ പെൻറ്റെയിൻ എന്ന് കണ്ടല്ലോ ഇവിടെ. 2 മിഥൈൽ പെൻറ്റെയിൻ. ഇത് എഴുതി രീതി നോക്കും മക്കളെ. ഈ 2 എന്ന് പറഞ്ഞാൽ ശാഖയുടെ സ്ഥാനമായിരിക്കും. ഒരു നമ്പർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് കൊടുക്കണം? ഹൈഫൺ കൊടുക്കണം. ഹൈഫൺ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വര കൊടുക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ശാഖയുടെ പേരാണ്. ഒരു കാർബണുള്ള ശാഖയാണെങ്കിൽ മീഥൈൽ എന്ന് എഴുതണം. എന്ത് എഴുതേണ്ടത്? മീഥൈൽ. പിന്നെ നമ്മൾ അതിനിടയിൽ സ്പേസ് ഒന്നും പറ്റില്ല. ശാഖ എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അടുത്ത് എഴുതേണ്ടത് എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര് എഴുതിയതിന് ശേഷം നമ്മൾ എഴുതേണ്ടത് പദമൂലമാണ്. പദമൂലം പിന്നെ പിൻ പ്രത്യയം. അതുപോലെയാണ് എഴുതിയിരിക്കുന്നത് 2 മിഥൈൽ പെൻറ്റെയിൻ. അതായത് 2 എന്ന് പറഞ്ഞാൽ ശാഖയുടെ സ്ഥാനമായിരിക്കും. ദെൻ മിഥൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാഖയുടെ പേരാണ്. പെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദമൂലമാണ്. എയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടിയിട്ടാണ് എഴുതുക കേട്ടോ. അതാണ് പെൻറ്റെയിൻ. അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ IUPAC നാമം എഴുതുക ഒരു ശാഖയുള്ള ആൽക്കൈനുകളുടെ പേരുകൾ. അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവരും എക്സാമ്പിളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇതാ CH3, CH2, CH2, CH3, CH3 ഇങ്ങനെ ഒരു എക്സാമ്പിൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയുന്ന രീതിയിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മളിവിടെ തന്നിരിക്കുന്ന ഹൈഡ്രോ കാർബണിൻ്റെ പ്രധാന ചെയിൻ കണ്ടെത്തണം. പ്രധാന ചെയിൻ ഏറ്റവും നീളം കൂടിയ ചെയിനാണ്. അത് മാർക്ക് ചെയ്യുക മക്കൾ. ഈ കേസിൽ പ്രധാന ചെയിൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. 5 കാർബൺ വരുന്ന ചെയിൻ. അതാണ് ഏറ്റവും നീളം കൂടിയ ചെയിൻ. എങ്ങനെ നോക്കിയാൽ 5 കാർബൺ ആയിരിക്കും ഏറ്റവും നീളം കൂടുതൽ വരിക. അപ്പോൾ നമ്മളിതിനെ പ്രധാന ചെയിനായിട്ട് പരിഗണിക്കും. ഇനി ബാക്കിയുള്ള ഇതാണ് ഇവിടുത്തെ ശാഖ. നമ്പർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശാഖയ്ക്ക് ഏറ്റവും ചെറിയ പൊസിഷൻ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ നമ്പറിങ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിലാണ് ശരിയായ നമ്പറിങ് വരിക. അപ്പം ശാഖ വലത് നിന്ന് ഇടത്തോട്ട് നമ്പർ ഇടുമ്പോൾ രണ്ടാമത്തെ സ്ഥാനത്ത് വരും. അതുപോലെ നമ്മളിനി തിരിച്ചിടുകയാണെങ്കിലോ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5 ആക്കി കൊടുക്കുകയാണെങ്കിൽ എത്രാമത്തെ പൊസിഷനിലാണ് ശാഖ വരിക? 4. ഇതിൽ ശരിയായ രീതിയിലുള്ള നമ്പറിങ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാഖയ്ക്ക് ഏറ്റവും ചെറിയ സ്ഥാനം കിട്ടുന്ന നമ്പറിങ് ആയിരിക്കും ശരിയായ നമ്പർ. അപ്പോൾ ഏതാ ശരി മക്കളെ? ഇതാണ് ശരി. ഇതെന്താണ്? തെറ്റാണ്. റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ ഇത് പ്രകാരം ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം ഒന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു നോക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഇതാ മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര? മുഖ്യ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടാവും? 1, 2, 3, 4, 5. പദമൂലം എന്താണ്? 5 കാർബൺ ആണെങ്കിൽ പദമൂലം എന്തായിരിക്കും മക്കളെ? പെൻറ്റ്. പിൻ പ്രത്യയം എങ്ങനെ കണ്ടെത്തുക? എല്ലാം അവർക്കിടയിലുള്ള ബോണ്ട് നോക്കുക. ഫുൾ ഏകബന്ധനല്ലേ മക്കളെ? ഏകബന്ധനാണെങ്കിൽ പിൻ പ്രത്യയം എന്താ വരിക? എയിൻ. പിന്നെ ശാഖയായി വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര് നോക്കുക. ശാഖ വരുന്നത് എത്ര കാർബൺ ഉള്ള ശാഖയിൽ? 1 അല്ലേ? ഒരു കാർബണുള്ള ശാഖയാണെങ്കിൽ അതിനെന്താ വിളിക്കുക നമ്മൾ? മീഥൈൽ. ഇനി ശാഖയുടെ സ്ഥാനം എത്രയാ? 2. ഇനി നമുക്ക് IUPAC നാമം എഴുതാം. ആദ്യം എന്താ എഴുതേണ്ടത്? ശാഖയുടെ സ്ഥാനം 2 എന്ന് എഴുതി. ദെൻ പിന്നെ ഹൈഫൺ എഴുതുക. പിന്നെ ശാഖയുടെ പേര് എഴുതുക മീഥൈൽ. പിന്നെ പദമൂലവും അതുപോലെ പിൻ പ്രത്യയം കൂടി കൂട്ടി എഴുതുക. എന്താ വരിക? 2 മിഥൈൽ പെൻറ്റെയിൻ. ഇതേ രീതിയിൽ ഈ ഒരു ടേബിൾ നിങ്ങളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഒന്നാമത്തെ കേസ് നമുക്കൊന്ന് നോക്കാം. ഞാൻ എല്ലാത്തിൻ്റെയും മുഖ്യ ചെയിൻ ഒന്ന് നിങ്ങൾക്ക് അടയാളപ്പെടുത്തി തരാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ മുഖ്യ ചെയിൻ കിട്ടിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ പേരുകൾ എഴുതാൻ വേണ്ടി നിങ്ങളൊന്ന് ശ്രമിക്കണം കേട്ടോ. ഇപ്പോൾ ഒന്നാമത്തെ കേസിലേക്ക് പോവാം. മക്കൾ ഒന്നാമത്തെ കേസിൽ എങ്ങനെ നോക്കിയാലും നമുക്ക് ഏറ്റവും നീളം കൂടിയ ചെയിൻ കിട്ടുക 1, 2, 3, 4, 5, 6 കാർബണുള്ള ചെയിനായിരിക്കും പ്രധാന ചെയിൻ. ബാക്കിയുള്ള ഇയാളായിരിക്കും ഇവിടുത്തെ ശാഖ. അപ്പോൾ നമ്പറിങ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 1, 2 രീതിയിൽ കേട്ടോ. അടുത്ത കേസിലാണെങ്കിൽ മുഖ്യ ചെയിനിൽ എങ്ങനെ നോക്കിയാലും നമുക്ക് 4 കാർബണുള്ള ചെയിനാണ് ഏറ്റവും നീളം കൂടിയ ചെയിൻ കിട്ടുക. അപ്പോൾ ഇതായിരിക്കും ഇവിടുത്തെ പ്രധാന ചെയിൻ. ഇതെന്തായിരിക്കും? ശാഖയായിരിക്കും. അടുത്ത കേസിൽ നമ്മൾ എണ്ണി നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5 1, 2, 3, 4, 5, 6 എങ്ങനെ എണ്ണിയാലും മക്കളെ 6 കാർബൺ കിട്ടുന്നൊരു ശാഖ ഇവിടെയുണ്ട്. ഇതായിരിക്കും ഇവിടുത്തെ നീളം കൂടിയ ചെയിൻ. നമ്പറിങ് വരേണ്ടത് നമ്മൾ നോക്കുക. നമ്പറിങ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നാണ് നമ്പറിങ് ചെയ്യുന്നത്. 1, 2, 3, 4, 5, 6. ഇനി നിങ്ങൾക്ക് പേര് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, പേര് വരിക 3 മിഥൈൽ ഹെക്സെയിൻ വരും കേട്ടോ. 3 മിഥൈൽ ഹെക്സെയിൻ. അടുത്ത കേസിൽ നോക്കാം. ഏതായിരിക്കും മുഖ്യ ചെയിൻ? മുകളിൽ നിന്ന് എണ്ണിക്കഴിഞ്ഞാൽ 5 ആണ്. താഴോട്ട് എണ്ണിയാലും 5 ആണ്. പിന്നെ എങ്ങനെ എണ്ണിയാലും 1, 2, 3, 4, 5 1, 2, 3, 4, 5 എങ്ങനെ എണ്ണിയാലും 5 ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രധാന ചെയിനായിട്ട് ഇയാളെ പരിഗണിക്കാം. ബാക്കിയുള്ള ഇവർ 2 പേരുമാണ് ശാഖ. ശാഖയുടെ പ്രത്യേകത 2 കാർബണുള്ള ശാഖയാണ്. അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഈഥൈൽ. എന്താ വിളിക്കുക? ഈഥൈൽ. റെഡിയല്ലേ? ഇനി ഏതാൻ സുഖമാണ്. നമ്പറിങ് ചെയ്യുന്ന സമയത്ത് 3ാമത്തെ പൊസിഷനിലാണ് ശാഖ വരിക. 3 ഈഥൈൽ. ഇനി എത്ര കാർബൺ ഉണ്ട് മക്കളെ? 5 കാർബൺ അല്ലേ? സോ പെൻറ്റെയിൻ.
ട്രീഥൈൽ പെൻറ്റെയിൻ. റെഡിയല്ലേ? ഈ രീതിയിൽ ബാക്കിയുള്ളത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ശാഖകൾ അടങ്ങിയിട്ടുള്ള ആൽക്കൈനുകളുടെ നാമകരണമാണ്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് തരുന്ന ആൽക്കൈനിൽ ഒന്നിൽ കൂടുതൽ ശാഖകളുള്ള കേസുകളുണ്ടാവും. അത് നമ്മളെങ്ങനെ മനസ്സിലാക്കുക? അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് നോക്കുക, എന്നിട്ട് അതിൽ മുഖ്യ ചെയിൻ കണ്ടെത്തുക. മുഖ്യ ചെയിൻ കണ്ടെത്തിയതിന് ശേഷം മുഖ്യ ചെയിനിൽ ഉൾപ്പെടാത്ത ആളുകളാണല്ലോ ശാഖകൾ. അത് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അത് ഏതായിരിക്കും കേസ്? ഈ രണ്ടാമത്തെ കേസായിരിക്കും. അതായത് ഒന്നിലധികം ശാഖകൾ അടങ്ങിയിട്ടുള്ള ആൽക്കൈനുകളുടെ നാമകരണം എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ബേസിലാണ് നിങ്ങളതിനെ പേരുകൾ കൊടുക്കേണ്ടത് കേട്ടോ, IUPAC പേരുകൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട 2 എക്സാമ്പിൾസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പെട്ടെന്ന് നോക്കുക. ഒന്നാമത്തെ ഉദാഹരണം നോക്കുക കേട്ടോ. ഇതിൽ ഒരു ഹൈഡ്രോ കാർബൺ തന്നിട്ടുണ്ട്. അതിൽ ഒരു നമ്പറിങ്ങും ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി മുഖ്യ ചെയിൻ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കാകെ ചെയ്യാനുള്ളത് എന്താണ്? അതിൻ്റെ ശരിയായ നമ്പറിങ് ഏതാണെന്നൊക്കെ കണ്ടെത്തലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നിലധികം ശാഖകൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുഖ്യ ചെയിൻ കണ്ടെത്തുക. എന്നിട്ട് ഇതുപോലെ ഇടതു നിന്നും വലത്തോട്ടും വലതു നിന്നും ഇടത്തോട്ടും നമ്മൾ നമ്പറിങ് കൊടുക്കുക. റെഡിയല്ലേ? എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ സൈഡിൽ എഴുതിയിട്ടുണ്ട് മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇടതു നിന്ന് വലത്തോട്ട് എന്ന് എഴുതിയിട്ട് ഞാൻ 2+4 എന്ന് കൊടുത്തിട്ടില്ലേ? എന്താണ് ഈ 2ഉം ഈ 4ഉം? അതാണ് നമ്മൾ ഇടതു നിന്ന് വലത്തോട്ട് നമ്പറിങ് ചെയ്യുന്ന സമയത്ത് ശാഖകൾ ഏത് കാർബണിലാണ് വരുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. 2ാമത്തെ കാർബണിലുണ്ട്, അതുപോലെ 4ാമത്തെ കാർബണിലും ശാഖ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 2 സ്ഥാനങ്ങളും കൂട്ടി നോക്കണം. 2+4 6 കിട്ടും. ഇനി വലതു നിന്ന് ഇടത്തോട്ടാണെങ്കിൽ ഒന്ന് കൂട്ടി നോക്കൂ. ഏതൊക്കെ സ്ഥാനങ്ങളിലാണ് ശാഖകൾ വരുന്നത്? ഒന്ന് 3ലാണ്, പിന്നെ 5ലാണ്. 3+5 8. മക്കളെ, നമ്മൾ ഈ ശാഖകളുടെ സ്ഥാനം കൂട്ടുമ്പോൾ എവിടെയാണോ ഏറ്റവും ചെറിയ ടോട്ടൽ കിട്ടുന്നത് ആ നമ്പറിംഗ് ആണ് ഏറ്റവും ശരിയായ നമ്പറിംഗ്. അപ്പോൾ ശരിയായ നമ്പർ ചെയ്ത രീതി ഏതാണത്? ഈ ചിത്രത്തിൽ ഇടത്ത് നിന്ന് വലത്തോട്ടാണ്. അതെങ്ങനെ കണ്ടെത്തേണ്ടത്? നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കുക കേട്ടോ, കൂട്ടി നോക്കുക. എന്നിട്ട് ചെറിയ നമ്പർ ഏതിനാണോ കിട്ടുന്നത് അതായിരിക്കും ശരിയായ രീതി. ഇത് പ്രകാരം ഇതിൻ്റെ പേരെങ്ങനെയാണ് വരിക അതും കൂടി ഒന്ന് പഠിച്ചു നോക്കാം. ഓക്കെ. ഇനി ശാഖകൾ നമുക്കറിയാം, ഇവിടെ 2 ശാഖകളുണ്ട്, 2ഉം മിഥൈലാണ്. ഒരേ ശാഖകൾ ഒന്നിലധികം തവണ വരികയാണെങ്കിൽ, അതായത് 2 തവണ വരികയാണെങ്കിൽ നമ്മളതിനെ ഡൈ എന്ന് പറയണം. 3 പ്രാവശ്യം വരികയാണെങ്കിൽ ട്രൈ എന്ന് പറയണം. 4 പ്രാവശ്യം വരികയാണെങ്കിൽ ടെട്ര എന്ന് പറയണം. അതവിടെ കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ആ നോട്ട്സ്. ഇതാ ഡൈ, അതുപോലെ ട്രൈ, അതുപോലെ ടെട്ര. റെഡിയാണല്ലോ? ഓക്കെ. ഇനി ഇത് പ്രകാരം ഇതിൻ്റെ പേരെന്തായിരിക്കും മക്കൾ? IUPAC നെയിം എന്തായിരിക്കും? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലേ. ആദ്യം പറയേണ്ടത് ശാഖയുടെ സ്ഥാനമാണ്. ഏത് സ്ഥാനങ്ങളിലാണ് ശാഖ വരുന്നത്? 2, അതുപോലെ 4. 2ഉം 4ഉം പൊസിഷനിലാണ് ശാഖ വരുന്നത്. അതുപ്രകാരം ഇതിൻ്റെ പേരെന്തായിരിക്കും മക്കളെ? നിങ്ങൾ പറ. ആദ്യം 2 എന്ന് എഴുതുക, ദെൻ കോമ ഇടുക. 2 നമ്പേഴ്സ് വരുമ്പോൾ അതിനിടയിൽ എന്ത് വേണം? കോമ വേണം. പിന്നെ 4 നമ്പർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹൈഫൺ കൊടുക്കണം. 2,4. ഇനി നമ്മുടെ ശാഖ മിഥൈലല്ലേ? എത്ര മിഥൈലുണ്ട്? 2 മിഥൈൽ. അപ്പോൾ നമ്മൾ അതിനെന്ത് കൊടുക്കണം? ഡൈ മിഥൈൽ എന്ന് കൊടുക്കണം. ഡൈ മിഥൈൽ. ഓക്കെ. അപ്പോൾ 2,4 ഡൈ മിഥൈൽ എന്ന് കിട്ടിയല്ലോ. ഇനി ബാക്കി അതിൻ്റെ പദമൂലം നോക്കുക. എത്ര കാർബൺ ഉണ്ട് മുഖ്യ ചെയിനിൽ? 6 കാർബൺ. അതുപോലെ എല്ലാം സിംഗിൾ ബോണ്ടല്ലേ? അപ്പോൾ എന്താ വരിക? എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് 2,4 ഡൈമിഥൈൽ ഹെക്സെയിൻ എന്ന് വരും. അവിടെ ഏതാ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ താഴെ ഇതാണ് 2,4 ഡൈമിഥൈൽ ഹെക്സെയിൻ. റെഡിയാണല്ലോ മക്കളെ? റെഡി. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്തതും കൂടി ഒന്ന് കണ്ടെത്തുക. അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ചിത്രമാണ്. ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക? ഇതിൻ്റെയും കൂടി ആൻസർ കണ്ടെത്തി നോക്കുക. ശരിയായ നമ്പർ ഞാൻ നിങ്ങൾക്ക് സൈഡിൽ ഇതിനെ ടോട്ടൽ ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം 7 ടോട്ടൽ കിട്ടുന്നതാണ് ശരിയായ നമ്പറിങ്. അപ്പോൾ നിങ്ങൾ നോക്കുക, അത് എവിടുന്ന് എവിടേക്കാണ്? വലത് നിന്നും ഇടത്തോട്ടാണ്. അതായത് താഴത്തെ നമ്പറിങ് ആണ് ശരി. ഇത് പ്രകാരം ഇതിൻ്റെ പേരെന്തായിരിക്കും മക്കളെ? അവിടെ കൊടുത്തിട്ടുണ്ട് ആൻസറും. 2,5 ഡൈമിഥൈൽ ഹെപ്റ്റെയിൻ. ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? IUPAC നാമം എഴുതേണ്ടത്. ഒന്നിലധികം ശാഖകൾ അടങ്ങിയിട്ടുള്ള ആൽക്കൈനുകളുടെ IUPAC നാമം ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. പട്ടികയിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന സംയുക്തം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്കതിൻ്റെ IUPAC നാമമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണത്തിൽ എത്രാമത്തെ ടോപ്പിക്കാണെന്ന് മനസ്സിലാക്കണം. ഏത് ടോപ്പിക്കാണ്? ഒന്നിലധികം ശാഖകളുടെ ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇടത്തുനിന്ന് വലത്തോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടും നമ്പറിങ് ചെയ്യണം. ഇതിൽ മുഖ്യ ചെയിനിൻ്റെ കേട്ടോ. ആദ്യം മുഖ്യ ചെയിൻ കണ്ടെത്തണം, എന്നിട്ട് ഇടത്തുനിന്ന് വലത്തോട്ടും അതുപോലെ വലത്തുനിന്ന് ഇടത്തോട്ടും കണ്ടെത്തണം. ഞാനിവിടെ മുഖ്യ ചെയിൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 കാർബൺ അടങ്ങിയിട്ടുള്ള ഈ ചെയിനാണ് ഏറ്റവും നീളം കൂടിയ ചെയിൻ. ഇനി ഞാൻ ചെയ്യേണ്ടത് 2 ഭാഗത്തും നമ്പർ ഇടണം. ഫോർ എക്സാമ്പിൾ ഇതിനെ നമ്പർ ചെയ്യുന്ന സമയത്ത് ഇവിടെ 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. അതൊരു നമ്പറിങ്. ഇനി വലത്തുനിന്ന് ഇടത്തോട്ടാണെങ്കിലും മക്കളെ ഇത് 1, ഇത് 2, ഇത് 3,
ഇത് 4, ഇത് 5, ഇത് 6. ഇത് പ്രകാരം ഏതായിരിക്കും ശരിയായ നമ്പറിങ്? അത് കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ചെയ്യണം അല്ലേ? നമുക്ക് ഇടത്തുനിന്ന് വലത്തോട്ടാണെങ്കിൽ ശാഖകൾ വരുന്ന സ്ഥാനങ്ങൾ എവിടേക്കാണ്? 2 പ്ലസ് പിന്നെ എവിടെ വരുന്നത് 4. രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടും മക്കളെ? 6 കിട്ടും. ഇനി വലത്തുനിന്ന് ഇടത്തോട്ടാണെങ്കിലോ എത്രയാണ് വരുന്നത്? പറ, നിങ്ങൾ പറ. അതെ, മൂന്നാമത്തേലും അഞ്ചാമത്തേലും. അപ്പോൾ എന്താ വരിക? 3 + 5 = 8. ഏതായിരിക്കും ശരിയായ നമ്പറിങ്? ചെറിയ ടോട്ടൽ കിട്ടുന്നതല്ലേ? ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. അപ്പോൾ നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതിയ നമ്പറിങ് ആണ് ശരി. ഇത് പ്രകാരം ഇതിൻ്റെ പേരെന്തായിരിക്കും? ഓക്കെ, ആദ്യം ശാഖകളുടെ സ്ഥാനം എഴുതുക. 2, 4 ഹൈഫൺ ഇടുക. ഇനി എത്ര മിഥൈലുണ്ട്? 2 മിഥൈലല്ലേ? അപ്പോൾ എന്താ വരിക? ഡൈ മിഥൈൽ എഴുതാം കേട്ടോ. ഞാൻ പകരം പേര് ഞാൻ വേറെ സ്ക്രീനിലേക്ക് എഴുതാം. ഘടനയുടെ ആ സംയുക്തത്തിൻ്റെ പേരെന്താ വരിക മക്കളെ? 2, 4 ഡൈ മിഥൈൽ. എത്ര കാർബൺ ഉണ്ട് മെയിൻ ചെയിനിൽ? നമുക്ക് മുഖ്യ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 6 അല്ലേ? അപ്പോൾ ഹെക്സെയിൻ. റെഡിയാണല്ലോ. ഇതാണ് ആ സ്ട്രക്ചറിൻ്റെ പേര് വരുന്നത് കേട്ടോ, സംയുക്തത്തിൻ്റെ പേര് വരുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് മക്കളെ, അവിടെ ഓൾറെഡി പേര് തന്നിട്ടുണ്ട്. 2,2,3 ട്രൈ മിഥൈൽ പെൻറ്റൈൻ എന്നാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ സംയുക്തത്തിൻ്റെ ഘടന നമുക്ക് വരയ്ക്കണം. അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുക? അപ്പോൾ ആദ്യം നമ്മൾ പേര് നോക്കുക. 2,2,3 ട്രൈ മിഥൈൽ പെൻറ്റൈൻ ആണ്. ട്രൈ മിഥൈൽ എന്ന് പറഞ്ഞാൽ 3 മിഥൈലുണ്ട്. അതിൻ്റെ സ്ഥാനങ്ങൾ വരുന്നത് 2, 2, 2ൽ 2 പ്രാവശ്യം വരുന്നുണ്ട്, പിന്നെ 3ൽ വരുന്നുണ്ട്, പിന്നെ പദമൂലം പെൻറ്റാണ്, പിന്നെ എല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കേസ് എങ്ങനെയാണ്? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പദമൂലം നോക്കുക, പെൻറ്റ്. അപ്പോൾ 5 കാർബണുള്ള കേസാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 5 കാർബണുള്ള ഇത് വരയ്ക്കുക. റെഡിയാണോ? യെസ്, എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. 5 കാർബൺ എന്ന് പറയുമ്പോൾ 1 സിംഗിൾ ബോണ്ട്, 2 സിംഗിൾ ബോണ്ട്, 3 സിംഗിൾ ബോണ്ട്, 4 സിംഗിൾ ബോണ്ട്, 5 വരച്ചു. ഇനി നമ്മൾ ശാഖകളുടെ സ്ഥാനങ്ങൾ വരുന്നത് എവിടേക്കാണ്? 2, 2, 3 ആണ്. അപ്പോൾ നമ്മൾ നമ്പറിങ് കൊടുക്കുമ്പോൾ ഇവിടുന്ന് കൊടുത്തു, ഇടത്തുനിന്ന് വലത്തോട്ട് കൊടുത്തു. 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. ഇനി ശാഖകൾ നമ്മൾ മാർക്ക് ചെയ്യുക. രണ്ടാമത്തെ സ്ഥാനത്ത് 2 ശാഖകൾ വരുന്നുണ്ട് അല്ലേ? ഒരു CH3 താഴോട്ട് കൊടുത്തു, ഒരു CH3 മുകളിലേക്കും കൊടുത്തു. റെഡി? ഇനി എവിടെ വരുന്നത്? 3-ലല്ലേ? ഓക്കെ, ഇവിടെ കൊടുത്തു. 3-ലും ഒരു മിഥൈൽ കൊടുത്തു. കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് നമ്മൾ കാർബണിൻ്റെ സംയോജകത പൂർത്തീകരിക്കണം. നമുക്കറിയാം കാർബണിന് ചുറ്റും എത്ര ബോണ്ടാണ് വേണ്ടത്? 4 ബോണ്ട് അല്ലേ? അപ്പോൾ ഈ കാർബൺ, ഒന്നാമത്തെ കാർബൺ എടുത്ത് നോക്കുക, എത്ര ബോണ്ട് ഉണ്ട് ഓൾറെഡി ഇതിന് ചുറ്റും? 1 അല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി എത്ര എണ്ണം വേണം? 3 എണ്ണം വേണം. അത് 3 ഹൈഡ്രജൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് പൂർത്തീകരിക്കുന്നു. റെഡി? അടുത്ത കാർബൺ നോക്കുക. ഓൾറെഡി ഇടത്ത് സൈഡിൽ ഒരു ബോണ്ട് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഓൾറെഡി ഇതിന് ചുറ്റും 4 ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ട? ഇവിടെ H ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കേസിൽ മൂന്നാമത്തെ കാർബണിലേക്ക് നോക്കുക. 3 ബോണ്ടേ ചുറ്റുള്ളൂ. ഇനി എത്ര കൂടി വേണം? 1 കൂടി വേണം. അത് നമ്മൾ ഒരു ഹൈഡ്രജൻ ഉപയോഗിച്ചുകൊണ്ട് അത് പൂർത്തീകരിക്കും. അടുത്ത കാർബണിൽ 2 ബോണ്ടാണ് ചുറ്റുമുള്ളത്. അത് ഇനി ടോട്ടൽ 4 ആവാൻ ഇനി 2 കൂടി വേണം. അപ്പോൾ അതിന് 2 ഹൈഡ്രജൻ നമ്മൾ കൊടുത്തു. അവസാനത്തെ കാർബണിൽ ഒരു ബോണ്ടേ ഉള്ളൂ. അപ്പോൾ അത് പൂർത്തീകരിക്കാൻ നമ്മൾ എത്ര കൊടുക്കണം? 3. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 3,3 ഡൈ ഇഥൈൽ ഹെക്സൈൻ ആണെങ്കിൽ എങ്ങനെ പേര് കൊടുക്കും മക്കളെ? അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 3,3 ഡൈ ഇഥൈൽ ഹെക്സൈൻ ആകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട പദമൂലം ചെക്ക് ചെയ്യുക. ഹെക്സ് 6 കാർബണുള്ള പദമൂലമാണ്. ഇനി നോക്കേണ്ടത് എന്താണ്? ഏതാണ് ശാഖ? ഇഥൈലാണ് ശാഖ വരുന്നത് മക്കളെ. ഇഥൈൽ ശാഖ വരുന്ന CH2 CH3 എന്നാണ് ഇഥൈലിൻ്റെ ഫോർമാറ്റ് ആണല്ലോ അല്ലേ? അപ്പോൾ ഞാൻ ഇതും കൂടി ജസ്റ്റ് വരച്ചുതരാം. 3,3 ഡൈ ഇഥൈൽ ഹെക്സൈൻ എങ്ങനെ വരയ്ക്കാൻ നോക്കാം നമുക്ക്. 3,3 ഡൈ ഇഥൈൽ ഹെക്സൈനിൽ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം ഞാനിതൊന്ന് ക്ലിയർ ചെയ്താട്ടെ. 6 കാർബണുള്ളൊരു ശാഖ വരയ്ക്കണം. 6 കാർബണുള്ള ശാഖ ഒന്ന് വരയ്ക്കാം കേട്ടോ. ശ്രദ്ധിക്കാം. 1, 2, 3, 4, 5, 6. ഇനി അവർ പറയുന്നത് ഏതൊക്കെ സ്ഥാനങ്ങളിലാണ് ശാഖകൾ വരുന്നത്? 3, 3 ആണ്. അപ്പോൾ നമ്മൾ നമ്പറിങ് കൊടുക്കുന്നത് 1 ആയിരിക്കാം, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. 3,3 ഡൈമിഥൈലാണ് വരുന്നത്. 3,3 ആണ് വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ ശാഖയിൽ 2 ശാഖകൾ വരുന്നു. അപ്പോൾ ഇഥൈലല്ല, ഇഥൈൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? CH2 CH3. അതിലിവിടെയും CH2 CH3 ഇഥൈൽ കൊടുത്തു. ഇനി നമുക്ക് വാലൻസി പൂർത്തീകരിക്കണം. കാർബണിന് ചുറ്റും 4 ബോണ്ട്. ഇപ്പോൾ ഇവിടെ എത്ര ഹൈഡ്രജൻ വരും? 3. ഇവിടെയോ 2. ഇവിടെയോ വേണ്ട. ഇവിടെയോ 2 എണ്ണം വേണ്ടി വരും. ഇവിടെയോ മക്കളെ 2. ഇവിടെയോ 3. ഈ രീതിയിലാണത് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേ? IUPAC നാമകരണത്തിൽ മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അതാണ് അപൂരിത ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം. അപൂരിത ഹൈഡ്രോ കാർബണുകളുടെ നാമകരണത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഇതാ. എങ്ങനെയാണ് അപൂരിതം എന്ന് പറഞ്ഞാൽ? എന്താ? ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുന്ന കേസ്. ഓൾറെഡി ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഒരു അപൂരിത ഹൈഡ്രോ കാർബൺ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേര് നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? അതിൻ്റെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം പദമൂലം എഴുതണം, പിന്നെ ഹൈഫൺ കൊടുക്കണം, പിന്നെ ദിബന്ധനത്തിൻ്റെ സ്ഥാനം കൊടുക്കണം, പിന്നെയും ഹൈഫൺ കൊടുക്കണം, പിന്നെ പിൻ പ്രത്യയം കൊടുക്കണം. അപ്പോൾ നമുക്കൊരു ചെറിയൊരു കേസ് നോക്കാം. ഇപ്പോൾ ഇവിടെ C4H8 എന്ന് പറയുന്ന ഒരു ആൽക്കീനുണ്ട്. ആ ആൽക്കീൻ്റെ ഘടനാവാക്യം ചുവടെ നൽകിയിരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഘടനാവാക്യം. നമ്മളിനി IUPAC നാമം ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ പ്രധാന ചെയിനൊന്നും കണ്ടെത്തേണ്ട ഒരു പ്രയാസം നമുക്ക് ഉണ്ടാവില്ല. കാരണം ഇതൊരു നീളത്തിലുള്ള ഒരു ചെയിനാണ് വരിക. ഇവിടെ ശാഖകളിൽ വരുന്ന കേസുകൾ വളരെ റയറായിട്ടേ വരാറുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ആകെ ചെയ്യേണ്ടത് നമ്പറിങ് കൊടുക്കലാണ്. നമ്പറിങ് കൊടുക്കുന്ന സമയത്ത് താഴെ 2 നമ്പറിങ് കൊടുത്തിരിക്കുന്നു. ഇതിലേതായിരിക്കും ശരിയായ നമ്പറിങ് എന്നാണ് ഒരു ചുമട് ചോദിക്കുന്നത്. അപ്പോൾ ഒരൊറ്റ കാര്യം നമ്മൾ മൈൻഡിൽ ആലോചിച്ചാൽ മതി. ദിബന്ധനമോ ത്രിബന്ധനമോ വരുമ്പോൾ നമ്മുടെ ഈ ദിബന്ധനത്തിന്, അതായത് ദിബന്ധനം എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് കേട്ടോ. ഡബിൾ ബോണ്ടിന് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിന് ഏറ്റവും ചെറിയ സ്ഥാനം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ കാർബൺ ചെയിനിന് നമ്പർ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കൊടുത്ത പ്രകാരം ഒന്നാമത്തെ കേസിലാണെങ്കിൽ ഒന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പോൾ ഡബിൾ ബോണ്ടിൻ്റെ സ്ഥാനം ഒന്നാമത്തെ കാർബണാണ്. രണ്ടാമത്തെ ചെയിനിൽ ഡബിൾ ബോണ്ടിൻ്റെ സ്ഥാനം വരുന്നത് വലതുനിന്ന് ഇടത്തോട്ടാണ് നമ്പറിങ് ചെയ്യുന്നത്. 1 2 3 മൂന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിലേറ്റവും ചെറിയ സ്ഥാനം കിട്ടിയ ചിത്രം ഏതാണ് ഈ ശരിയായ രീതി? ഒന്നാമത്തതാണ്. രണ്ടാമത്തത് തെറ്റാണ്. റെഡിയല്ലേ? ഇനി ഇത് പ്രകാരം ഇതിൻ്റെ പേരെന്തായിരിക്കും മക്കളെ? ഇത് പ്രകാരം ഇതിൻ്റെ പേരെന്തായിരിക്കും? നമ്മൾ ചോദിക്കുന്നുണ്ട് ശരിയായത് ഏതാണ്? 1 ആണ്. 2 എന്താണ്? തെറ്റാണ്. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് ഇതിൻ്റെ പേര് എഴുതാൻ നമുക്ക് ഒരു സമവാക്യം തന്നിട്ടില്ലേ? പദമൂലം എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ നമ്പർ നോക്കുക. എത്ര കാർബൺ ഉണ്ടോ ഈ ചിത്രത്തിൽ? ഈ ഘടനാവാക്യം 4 കാർബൺ. അത് പ്രകാരം ഇതിൻ്റെ 4 കാർബൺ ആണെങ്കിൽ പദമൂലം എന്താ വരിക? ബ്യൂട്ട്. എന്താ വരിക? ബ്യൂട്ട് ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഹൈഫൺ കൊടുക്കാൻ പറയുന്നു. അപ്പോൾ ഹൈഫൺ കൊടുത്തു. ഇനി ദിബന്ധനത്തിൻ്റെ സ്ഥാനം എഴുതാനാണ് പറയുന്നത്. എത്രാമത്തെ കാർബണിന് ശേഷം വരുന്നത്? 1. പിന്നെ എന്താ പറയുന്നത്? ഹൈഫൺ കൊടുക്കാൻ പറയുന്നു. നമ്പർ കഴിഞ്ഞാൽ പിന്നെ ഹൈഫൺ കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ എഴുതേണ്ടത് ജസ്റ്റ് അതിൻ്റെ പിൻ പ്രത്യയമാണ്. ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ പിൻ പ്രത്യയം എന്തായിരിക്കും മക്കളെ? ഇതേ രീതിയിലാണ് ദിബന്ധനം വന്നാലൊക്കെ നമ്മൾ പേരുകൾ കൊടുക്കേണ്ടത് കേട്ടോ. മറ്റൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ. ഇതിലെ അതായത് IUPAC നാമം, ഇതിൽ ശരിയായ നാമം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. പെൻഡ് 3E എന്നാണോ അതോ പെൻഡ് 2E എന്നാണോ? അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നമ്പറിങ് കൊടുക്കുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. 2 സൈഡിൽ നിന്ന് നമ്പറിങ് കൊടുത്തു നോക്കാം. ആദ്യം 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5 എന്ന് കൊടുത്തു. റെഡിയല്ലേ? ഇനി നമ്മൾ വലത്തുനിന്ന് ഇടത്തോട്ടേക്ക് നമ്പർ കൊടുത്തു നോക്കുക. അപ്പോൾ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. ഈ മക്കളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഏത് കാർബണിലാണ് ഏത് നമ്പറിങ്ങിലാണ് ഏറ്റവും ചെറിയ സ്ഥാനം കിട്ടിയിരിക്കുന്നത്? പച്ച കളറിലാണോ? പച്ച കളറിൽ ഞാൻ കൊടുത്തതാണോ അതോ നീല കളറിൽ കൊടുക്കും? നീല കളറിൽ കൊടുക്കുമ്പോൾ മൂന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട് വരുന്നത്. പച്ച കളറിൽ കൊടുക്കുന്ന സമയത്ത് രണ്ടാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് ഏറ്റവും ചെറിയ സ്ഥാനം പച്ച കളറിലെ മക്കളെ. അത് പ്രകാരം അതിൻ്റെ പേരെന്തായിരിക്കും? രണ്ടാമത്തെ സ്ഥാനത്താണ് ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പോൾ പേരെന്തായിരിക്കും? നിങ്ങൾ പറ, ഏതായിരിക്കും അതിൻ്റെ പേര്? യെസ്, ആദ്യം അതിൻ്റെ പദമൂലല്ലേ? പെൻഡ് നെയ്തി. ഇനി ദിബന്ധനത്തിൻ്റെ ഹൈഫൺ കൊടുത്തു. ദിബന്ധനത്തിൻ്റെ സ്ഥാനം ഇവിടെ എത്ര വരുന്നത്? 2 അല്ലേ? അപ്പോൾ പെൻഡ് 2 എന്ന് വരും. അത് പ്രകാരം ഇതിൽ ഏതാ മക്കളെ താഴെ കൊടുത്തിരിക്കുന്നത്? ഏതായിരിക്കും ശരി? ഇതാണ് ശരിയായ നമ്പറിങ്. ഇതെന്താണ്? തെറ്റാണ്. റെഡിയാണല്ലോ. ഇനി നമുക്ക് ത്രിബന്ധനത്തിൻ്റെ ഒരു കേസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ത്രിബന്ധനം വന്നു കഴിഞ്ഞാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സമവാക്യം വരുന്നത്. ആദ്യം പദമൂലം എഴുതണം, പിന്നെ ഹൈഫൺ കൊടുക്കണം, പിന്നെ ത്രിബന്ധനത്തിൻ്റെ സ്ഥാനം കൊടുക്കണം, പിന്നെ ഹൈഫൺ കൊടുക്കണം, പിൻ പ്രത്യയം കൊടുക്കണം. അതുപ്രകാരം നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഇതൊന്ന് ചെയ്തു നോക്കിയാലോ? റെഡിയല്ലേ? ഒരു ക്വസ്റ്റ്യനിലൂടെ ഇത് ഏതായിരിക്കും ശരിയായത്? മുകളിലുള്ളതാണോ താഴെയുള്ളതാണോ ശരി? ഇതാണോ ശരി? ഇതാണോ ശരി? അപ്പോൾ നമ്മൾ നോക്കുക. ഫസ്റ്റത്തെ കേസിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പർ പ്രകാരം ട്രിപ്പിൾ ബോണ്ട് വരുന്നത് ഒന്നാമത്തെ കാർബണിന് ശേഷമാണ്. താഴത്തത് പ്രകാരം മൂന്നാമത്തെ കാർബണിന് ശേഷമാണ്. നമുക്കറിയാം ട്രിപ്പിൾ ബോണ്ടിനൊക്കെ ഏറ്റവും ചെറിയ സ്ഥാനമാണ് നമ്പറിങ് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. അതായിരിക്കും ശരി. അപ്പോൾ ഇതാണ് ശരി. ഇതെന്താണ് മക്കളെ? തെറ്റാണ്. ഇത് പ്രകാരം ഇതിൻ്റെ പേരെന്തായിരിക്കും? യെസ്, ആദ്യം പദമൂലല്ലേ മക്കളെ? പദമൂലം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പദമൂലം 4 കാർബണുള്ള പദമൂലം എന്താ? ബ്യൂട്ട്. എത്രാമത്തെ സ്ഥാനത്തിലാണ് വരുന്നത്? 1. ഇനി എന്താണ് അതിൻ്റെ പിൻ പ്രത്യയം വരിക? ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എന്താ വരിക? ഐൻ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇതിൻ്റെ കേസിൽ നമ്മൾ പേരുകളൊക്കെ കൊടുക്കേണ്ടത് കേട്ടോ.
ഇനി പഠിക്കാനുള്ളത് ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ്. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ കേസിൽ നമ്മൾ ആകെ പഠിക്കാനുള്ളത് 6 ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ്. അപ്പോൾ ശ്രദ്ധിച്ചാൽ പറ്റും, നമുക്ക് 6 ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. ഒന്ന് OH ആണ്, രണ്ടാമത് COOH ആണ്, മൂന്നാമത് CHO ആണ്, നാലാമത് C ഡബിൾ ബോണ്ട് O, ദാറ്റ് മീൻസ് CO ആണ്, അടുത്തത് O ആണ്, പിന്നെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ വരുന്ന കേസുകൾ. ഇനി ഇതിന് ഓരോന്നിനും ഓരോ പേരുണ്ട്. OH ആണെങ്കിൽ ആ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേരാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഇനി OH ഒരു ഹൈഡ്രോ കാർബണിൽ വരികയാണെങ്കിൽ അതിനെ പൊതുവായി വിളിക്കുന്ന പേരാണ് ആൽക്കഹോൾ. രണ്ടാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് COOH. അതിൻ്റെ പേരാണ് കാർബോക്സിൽ ഗ്രൂപ്പ്. എന്താ പറയുക? കാർബോക്സിൽ ഗ്രൂപ്പ്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേരാണ് കാർബോക്സിൽ ഗ്രൂപ്പ്. റെഡിയല്ലേ? അതിന് കോമൺ ആയിട്ട് വിളിക്കുന്ന പേരെന്താണ്? കാർബോക്സിലിക് ആസിഡ് എന്നാണ് വിളിക്കുക. മൂന്നാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CHO ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. അതിനെ പൊതുവായി വിളിക്കുന്ന പേര് ആൽഡിഹൈഡ് എന്നാണ് വിളിക്കുക കേട്ടോ. എന്താ വിളിക്കുക? ആൽഡിഹൈഡ്. നാലാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് കീറ്റോ ഗ്രൂപ്പാണ്. കീറ്റോ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേര് വരിക മക്കളെ കീറ്റോൺ. നാലാമത്തെ പേരിൽ അതിൻ്റെ പേര് വരിക നമ്മൾ അതിനെ പൊതുവായിട്ട് വിളിക്കുന്ന പേര് കീറ്റോൺ എന്നാണ്. എന്താ വിളിക്കുക? കീറ്റോൺ. റെഡിയാണല്ലോ? ഓക്കെ. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അഞ്ചാമത്തെ ഫങ്ഷൻ ഗ്രൂപ്പാണ്. അതിനെ നമ്മൾ അഞ്ചാമത്തെ ഫങ്ഷൻ ഗ്രൂപ്പിൻ്റെ പേര് വരുന്നത് ആൽക്കോക്സി ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക. ആൽക്കോക്സി ഗ്രൂപ്പ്. അതിനെ പൊതുവായിട്ട് വിളിക്കുന്ന പേരാണ് ഈഥർ. റെഡി? ഇനി ലാസ്റ്റത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഹാലോ ഗ്രൂപ്പാണ്. ഹാലോ ഗ്രൂപ്പ് എന്നാണ് അതിനെ വിളിക്കാറ്. ഹാലോ ഗ്രൂപ്പ്. അതിനെ നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്ന പേരെന്താണ്? ഹാലോ സംയുക്തങ്ങൾ എന്നാണ് വിളിക്കാറ്. റെഡിയല്ലേ? നമ്മുടെ ഒന്നാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ കേസിൽ നമുക്കറിയാം, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത് ഏതാണ്? OH ആണ്. OH ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണെന്ത്? ആൽക്കഹോളുകൾ. എന്താ വിളിക്കുക? ആൽക്കഹോളുകൾ. ഒരു ആൽക്കഹോളാണ് നമുക്ക് തന്നതെങ്കിൽ അതിൻ്റെ പേര് നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ മക്കളെ? നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, അതിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് അതിൻ്റെ റൂൾ വരേണ്ടത്. ആദ്യം നമ്മൾ ആൽക്കെയിൻ എഴുതുക. ആൽക്കെയിൻ എഴുതിയിട്ട് അതിൽ നിന്ന് കൊണ്ട് ഒഴിവാക്കുക. ആൽക്കെയിൻ ഒഴിവാക്കിയാൽ എന്താവും? ആൽക്കൻ എന്നാവും. അതിനോട് ഓൾ എന്ന് കൂട്ടി കൊടുക്കുക. ഓൾ. അപ്പോൾ നമുക്ക് ആൽക്കഹോളിൻ്റെ പേര് കിട്ടും, ആൽക്കനോൾ. ഫോർ എക്സാമ്പിൾ മീഥെയിൻ ആണ്. ഒരു കാർബണുള്ള ആൽക്കഹോൾ ആണെങ്കിൽ ഒരു കാർബണിൻ്റെ പദമൂലം എന്താ വരിക? ആൽക്കെയിൻ ഏതായിരിക്കും? മീഥെയിൻ ആയിരിക്കുമല്ലോ. മീഥെയിനിൽ നിന്ന് പോയാൽ എന്താവും? മെത്തൻ. മെത്തൻ പ്ലസ് ഓളാവുമ്പോൾ എന്താവും? മെത്തനോൾ. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുക കേട്ടോ. 2-3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കാം. ഒന്നാമത്തെ പേരെന്താ മക്കളെ? ഒരു കാർബണുള്ള ആൽക്കഹോളാണ്, സോ മെത്തനോൾ. 2 കാർബണുള്ള കേസാകുമ്പോൾ എത്തനോൾ. ഇനി ചുവടെ 2 വേറെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. എത്ര കാർബൺ ഉണ്ട് നോക്കും മക്കളെ? 1, 2, 3. 3 കാർബൺ, അതായത് 2-ൽ കൂടുതൽ കാർബണുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനം ഇവിടെ കൊടുക്കേണ്ടതുണ്ട് പേര് എഴുതുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്പറിങ് കൊടുക്കണം. നമ്പറിങ് കൊടുക്കുമ്പോൾ ഫങ്ഷൻ ഗ്രൂപ്പിന് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിലാണ് നമ്പറിങ് കൊടുക്കേണ്ടത്. ഒന്നാമത്തെ കേസിൽ ഇങ്ങനെയാണ് നമ്പറിങ് കൊടുക്കുക. അപ്പോൾ ഇത് ഈ വലത്തുനിന്ന് ഇടത്തോട് നമ്പറിങ് കൊടുക്കുമ്പോൾ OH വരെ എവിടെയാണ്? ഒന്നാമത്തെ കാർബണിലാണ്. അതുപ്രകാരം അതിൻ്റെ പേര് വരിക പ്രൊപ്പൻ 1 ഓൾ എന്നാണ്. എന്താ വരിക? പ്രൊപ്പൻ 1 ഓൾ. പ്രൊപ്പൻ 1 ഓൾ. രണ്ടാമത്തെ കേസിൽ പേര് വരെ മക്കളെ നമ്പറിങ് ചെയ്യുമ്പോൾ 1, 2, 3. എത്രാമത്തെ കാർബണിലാണ് വരുന്നത്? രണ്ടാമത്തെ കാർബണിലല്ലേ വരുന്നത്. അപ്പോൾ നമ്മളത് പ്രകാരം 3 കാർബണുള്ള കേസാണ്. അപ്പോൾ പ്രൊപ്പെയിൻ എന്നുള്ളത് എന്തായിട്ട് മാറും? പ്രൊപ്പൻ. എന്നിട്ട് ഹൈഫൺ കൊടുക്കുക, 2 കൊടുക്കുക, ഹൈഫൺ കൊടുക്കുക, ഓൾ. ഈ രീതിയിലാണ് അതിൻ്റെ പേരുകൾ നമ്മൾ എഴുതേണ്ടത് കേട്ടോ. നിങ്ങളിവിടെ കാണുന്നത് ആദ്യം എഴുതേണ്ടത് ആൽക്കെയിൻ എഴുതുക, എന്നിട്ട് ഒഴിവാക്കുക. -E എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹൈഫൺ കൊടുക്കുക. പിന്നെ OH ഗ്രൂപ്പിൻ്റെ സ്ഥാനസംഖ്യ കൊടുക്കണം. എപ്പോൾ? 2-ൽ കൂടുതൽ വരുമ്പോൾ കേട്ടോ. 2 ഇപ്പോൾ നമുക്ക് തരുന്ന OH വരുന്ന ഒരു കേസിൽ ആകെ 2 കാർബണുകളെങ്കിൽ നമ്മൾ സ്ഥാനം പറയണ്ട. 2-ൽ കൂടുതൽ കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും OH ഗ്രൂപ്പിൻ്റെ സ്ഥാനം നമ്മൾ IUPAC നാമത്തിൽ പറയണം. ആ സമയത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ട റൂളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഈ കേസിൽ എന്തായിരിക്കും ശരിയായ പേരെന്താണെന്ന് ചോദിക്കുന്നത് നമ്മോട്. പെൻഡൻ 2 ഓൾ എന്ന് പറഞ്ഞാൽ 2ാമത്തെ സ്ഥാനത്താണ് OH വരുന്നത്. പെൻഡൻ 4 ഓൾ എന്ന് പറഞ്ഞാൽ 4ാമത്തെ കാർബണിലാണ് OH വരുന്നത്. അപ്പോൾ ഏത് നമ്പറിംഗ് ആയിരിക്കും ശരി? പെൻഡൻ 2 ഓൾ ആണോ ശരി? പെൻഡൻ 4 ഓൾ ആണോ ശരി? അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യണം? നമ്പറിംഗ് കൊടുക്കണം. നമ്പറിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? OHന് ഏറ്റവും ചെറിയ സ്ഥാനസംഖ്യ കിട്ടണം. ഇടത്തുനിന്ന് വലത്തോട്ടാണ് നമ്പറിംഗ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് നമ്പറിംഗ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? 4ാമത്തെ കാർബണിലാണ് OH വരിക. ഇവിടെ നിന്ന് ഇങ്ങോട്ടാകുമ്പോഴോ 2ാമത്തെ കാർബണിലാണ് വരിക. ആണല്ലോ. അപ്പോൾ ഏതായിരിക്കും ശരി മക്കൾ? ഇതാണ് ശരി. ഇതെന്താണ്? തെറ്റാണ്. അതുപ്രകാരം പേരെന്തായിരിക്കും? പെൻഡൻ 2 ഓൾ എന്നായിരിക്കും പേര് വരിക കേട്ടോ.
ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കാർബോക്സിൽ ഗ്രൂപ്പാണ്, അതായത് COOH. COOH ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേര് നമ്മൾ എന്ത് കൊടുക്കണം? ഇ മാറ്റിയിട്ട് ആൽക്കെയിനിലെ ഇന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ഓയിക് ആസിഡ് എന്ന് കൊടുക്കണം. ഓയിക് ആസിഡ്. എക്സാമ്പിൾ നോക്കാം. ആൽക്കെയിൻ ഇ ഒഴിവാക്കി എന്നിട്ട് പ്ലസ് ഓയിക് ആസിഡ് കൊടുക്കും. എന്തായിട്ട് പേര് എന്തായാലും ആൽക്കനോയിക് ആസിഡ് എന്ന് വരും. അതിനൊരു എക്സാമ്പിളാണ് മെത്തനോയിക് ആസിഡ്. ഇതൊക്കെ ഇംഗ്ലീഷിൽ എഴുതി പഠിച്ചാലും നല്ലതാണ്. മലയാളം മീഡിയം ആണെങ്കിലും ഇംഗ്ലീഷിൽ നമുക്ക് ഈ കെമിസ്ട്രിയിലെ IUPAC പേരൊക്കെ എഴുതുന്ന സമയത്ത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമുക്ക് തെറ്റാതെ എഴുതാൻ പറ്റും. മലയാളത്തിൽ എഴുതിയാലും തെറ്റില്ല. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ വേണമെങ്കിൽ സമയത്ത് വേണമെങ്കിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കതുമായി ബന്ധപ്പെട്ട് എക്സാമ്പിൾ നോക്കാം. മക്കളെ, ഈ നമ്മൾ കാർബോക്സിൽ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട? സ്ഥാനമൊന്നും പറയേണ്ട ആവശ്യമില്ല. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഡയറക്റ്റ് എത്ര കാർബൺ ഉണ്ട് നോക്കുക. ആ കാർബണിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പേരുണ്ട് പറയാം. ഒന്നാമത്തെ കേസ് നോക്കൂ. ഇവിടെ എല്ലാവരും കൂടെ ശ്രദ്ധിച്ച് നോക്കൂ. ഈ കേസിൽ HCOOH എത്ര കാർബൺ ഉണ്ട്? ഒന്നല്ലേ? ഒരു കാർബൺ ആണെങ്കിൽ അതിൻ്റെ ആൽക്കീൻ ഏതായിരിക്കും? മീഥെയിൻ. മീഥെയിനിൽ നിന്ന് ഒഴിവാക്കുക. അപ്പോൾ എന്തായിട്ട് മാറും? മിഥൻ അല്ലേ? ദെൻ അതിൻ്റെ കൂടെ ഓയിക് ആസിഡ് എന്ന് കൊടുക്കുക. അപ്പോൾ പേരെന്തായിട്ട് വരും മക്കളെ? മെത്തനോയിക് ആസിഡ്. എന്തായിട്ട് വരും? മെത്തനോയിക് ആസിഡ്. മെത്തനോയിക് ആസിഡ്. റെഡിയല്ലേ? ഓക്കെ ആണോ? അതുപോലെ നമ്മളിനി അടുത്ത കേസ് നോക്കാം. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ പേര് കൊടുത്തിട്ടുണ്ട്? എന്താണ്? CH3COOH. 2 കാർബൺ അല്ലേ? 1 2. 2 കാർബൺ എന്നതിൻ്റെ പേരെന്തായിരിക്കും? എത്തനോയിക് ആസിഡ്. അപ്പോൾ പ്രൊപ്പനോയിക് ആസിഡ് എപ്പോഴാവുക മക്കളെ? ഇവിടെ 3 കാർബൺ വരണം. 3 കാർബൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ട്രക്ചർ? ഒന്ന് CH3 CH2 COOH. ഇതിൽ ഈ COOH എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഓൾറെഡി ഒരു കാർബൺ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ മെയിൻ ചെയിനിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പരിഗണിക്കണം കേട്ടോ. റെഡിയല്ലേ? അടുത്ത കേസിൽ എന്തായിരിക്കും പേര്? നിങ്ങൾ പറ. ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4. 4 കാർബൺ. 4 കാർബണിൽ ആൽക്കെയിൻ ഏതാ? ബ്യൂട്ടെയിൻ. ബ്യൂട്ടെയിൻ നീ പോയാൽ ബ്യൂട്ടൻ. അതിൻ്റെ കൂടെ ഓയിക് ആസിഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബ്യൂട്ടനോയിക് ആസിഡ്. റെഡിയാണല്ലോ? മറ്റേ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യാണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ്, CHO എന്നാണ് പറയാറ് കേട്ടോ. CHO ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആൽക്കെയിനിലെ ഇന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ആൽ എന്ന് കൊടുക്കണം. ആൽ. എക്സാമ്പിൾ മീഥെയിൻ ഒഴിവാക്കി അതിന് കൂടെ ആൽ എന്ന് കൊടുത്താൽ മെഥനാൽ. എന്താ പേര് വരിക? മെഥനാൽ. അത് പ്രകാരം ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം. അതാ ഈ കേസ് CH3 C ഡബിൾ ബോണ്ട് OH എന്നാണ് കൊടുത്തത്. നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. CH3 CHO. ഇതിൻ്റെ പേരെന്തായിരിക്കും? ടോട്ടൽ എത്ര കാർബൺ ഉണ്ടാ നമുക്ക് തന്ന ഘടനയിൽ? 2 അല്ലേ? 1 2. അപ്പോൾ 2 കാർബൺ വരുന്ന കേസാണെങ്കിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പാണല്ലോ. അപ്പം ലാസ്റ്റ് ആലിന് വരണം. 2 കാർബണുള്ള ആൽക്കെയിൻ ഏതാ? ഈഥെയിൻ. ഈഥെയിനിൽ ഒഴിവാക്കിയാൽ ഇഥൻ പ്ലസ് ആൽ എന്ന് കൊടുത്താൽ എഥനാൽ. അപ്പോൾ അതിൻ്റെ പേരെന്തായിരിക്കും? എഥനാൽ ആയിരിക്കും. ഈ രീതിയിലാണ് ആൽഡിഹൈഡിൻ്റെ പേരുകൾ നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അതായത് അടുത്ത എക്സാമ്പിൾ നോക്കുക. ബ്യൂട്ടനാൽ എന്ന് പേര് തന്നു, സംയുക്തം വരയ്ക്കാൻ പറഞ്ഞു. ബ്യൂട്ടനാൽ എന്ന് ആലോചിച്ച് നോക്കുക, എത്ര കാർബൺ ഉണ്ടായിരിക്കും? ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 അല്ലേ? 4 കാർബണുള്ള കേസാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? CHO ആയിരിക്കും. അത് പ്രകാരം അതിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കും മക്കളെ? ഒന്ന് വരയ്ക്കാൻ പറ്റുമോ നോക്കുക. അതിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കും? 4 കാർബൺ. 1 CH3, 2 CH2, 3 CH2, 4. 4ാമത്തെ കാർബൺ CH3 എന്നാണോ നമ്മൾ എഴുതേണ്ടത്? അല്ല. കാരണം എന്താ? CHOയിൽ ഓൾറെഡി ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ CHO ആണ്. അതിൽ ഓൾറെഡി കാർബൺ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ 4ാമത്തെ കാർബണായിട്ട് പരിഗണിക്കാം. CHO. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരിക കേട്ടോ. അടുത്തത് ഇതിൻ്റെ പേര് പറ. ഇതിൻ്റെ പേര് എന്തായിരിക്കും? 3 കാർബൺ ടോട്ടൽ. 1 2 3. 3 കാർബണുള്ള ആൽഡിഹൈഡ് ഏതായിരിക്കും? പ്രൊപ്പനാൽ. ഏതായിരിക്കും? പ്രൊപ്പനാൽ. അടുത്ത കാണും പെൻഡനാൽ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഘടന വരയ്ക്കാൻ പറ്റുമോ? എത്ര കാർബൺ ഉണ്ടോ ടോട്ടൽ? 5. 5 1 ആൽഡിഹൈഡ് ആയിരിക്കും കേട്ടോ. റെഡി. കേസ് എന്ന് പറഞ്ഞാൽ കീറ്റോ ഗ്രൂപ്പാണ്. കീറ്റോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CO എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് കീറ്റോ ഗ്രൂപ്പ്. കീറ്റോ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൽക്കെയിനിലെ ഇക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ഓൺ. എന്ത് കൊടുക്കണം? ഓൺ. അപ്പോൾ പേരെന്താ വരിക? ആൽക്കനോൺ. ആൽക്കണോൺ എന്ന രീതിയിൽ പേരുകൾ വരികയാണെങ്കിൽ അവർ പറയുന്ന പേരാണ് കീറ്റോൺസ് എന്നാണ് വിളിക്കുക കേട്ടോ. എന്താ വിളിക്കുക? കീറ്റോൺ. റെഡിയല്ലേ? സോ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. CO ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്ന സംയുക്തങ്ങളാണ് കീറ്റോണുകൾ. കീറ്റോണുകളുടെ പേരുകൾ നമുക്ക് എങ്ങനെ എഴുതാം? കീറ്റോണിൻ്റെ കാര്യം തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറയട്ടെ മക്കളെ. കീറ്റോണിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ 3 കാർബൺ വരെയുള്ള കേസാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? കീറ്റോ ഗ്രൂപ്പിൻ്റെ സ്ഥാനം പറയണ്ട.
പക്ഷെ 3ൽ കൂടുതൽ കേസുകൾ വന്നാൽ, ഈ കേസ് കണ്ട് നിങ്ങൾ 3ൽ കൂടുതൽ കാർബണില്ലേ, ഇവിടെയൊക്കെ നമ്മൾ കീറ്റോ ഗ്രൂപ്പിൻ്റെ സ്ഥാനം പറയണം. ഓക്കെ, ഇവിടുത്തെ എക്സാമ്പിൾ നോക്കുക. എത്ര കാർബൺ ഉണ്ട് ടോട്ടൽ? ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ, CH3 CO CH3. 3 കാർബൺ അല്ലേ? 3 കാർബൺ എന്ന് പറഞ്ഞാൽ ആൽക്കെയിൻ ഇതാ പ്രൊപ്പെയിൻ ആണല്ലോ. ഇനി ഇവിടെ കീറ്റോ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈക്ക് പകരം എന്ത് കൊടുക്കണം? ഓൺ കൊടുക്കണം. അപ്പോൾ പേരെന്താ വരിക? പ്രൊപ്പനോൺ. എന്താ വരിക? പ്രൊപ്പനോൺ. ഇനി ഈ കേസ് നോക്കൂ, 5 കാർബൺ ഉണ്ട് അല്ലേ? 5 കാർബൺ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും കീറ്റോ ഗ്രൂപ്പിൻ്റെ സ്ഥാനം നമ്മൾ പറഞ്ഞേ പറ്റൂ, എന്നാലേ ഉത്തരം ശരിയാവുള്ളൂ. കീറ്റോ ഗ്രൂപ്പിൻ്റെ സ്ഥാനം പറയുമ്പോൾ കീറ്റോ ഗ്രൂപ്പിന് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ നമ്പറിങ് കൊടുക്കേണ്ടത്. ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിലും ആ ഫങ്ഷണൽ ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ നമ്പറിങ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് പ്രകാരം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ഇടത്തുനിന്ന് വലത്തോട്ട് നമ്പറിങ് ചെയ്തപ്പോൾ 4ാമത്തെ കാർബണിൽ വന്നു. വലത്തുനിന്ന് ഇടത്തോട്ട് നമ്പറിങ് ചെയ്തപ്പോൾ 2ാമത്തെ കാർബണിലാണ് കീറ്റോ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ ഏതായിരിക്കും ശരിയായത്? താഴത്തതാണ് ശരി, ഇത് തെറ്റാണ്. ഇത് പ്രകാരം ഇതിൻ്റെ പേരെന്തായിരിക്കും? ആദ്യം നമ്മൾ എഴുതേണ്ടത് പദമൂലമാണ്, അതായത് ആൽക്കെയിൻ. ഏതാ നമ്മൾ ആൽക്കെയിൻ മക്കളെ? 5 കാർബൺ അല്ലേ? അപ്പോൾ എന്താ വരിക? പെൻറ്റൻ. റെഡി അല്ലേ? അടുത്ത് നമ്മൾ കീറ്റോ ഗ്രൂപ്പിൻ്റെ സ്ഥാനം പറയണം, 2. പിന്നെ അത് കഴിഞ്ഞിട്ട് കീറ്റോ ഗ്രൂപ്പ് ആണെങ്കിൽ പിൻ പ്രത്യയം എന്തായിരിക്കും? ഓൺ. അപ്പോൾ അത് പ്രകാരം പേരെന്തായിരിക്കും? IUPAC നാമം എന്തായിരിക്കും? പെൻറ്റൻ 2 ഓൺ എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പേരെന്ന് പറയും എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ട് നമ്പർ ഇട്ടാൽ 3ാമത്തെ കാർബണിലാണ് CO വരിക. വലത്തുനിന്ന് ഇടത്തോട്ട് ഇട്ടാലും 3ാമത്തെ കാർബൺ. അപ്പോൾ എങ്ങനെ നമ്പറിങ് ചെയ്താലും 3ാമത്തെ കാർബണിലാണ് CO വരുന്നത്. അപ്പോൾ നമുക്ക് CO കീറ്റോ ഗ്രൂപ്പിൻ്റെ സ്ഥാനം കിട്ടി. ഇനി ടോട്ടൽ എത്ര കാർബൺ ഉണ്ട് നോക്കുക. ടോട്ടൽ 5 കാർബൺ. 5 കാർബൺ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരെന്തായിരിക്കും? ആദ്യം എഴുതേണ്ടത് പദമൂലം, അല്ലെങ്കിൽ നമ്മളതിൻ്റെ ആൽക്കെയിൻ പെൻറ്റൻ എന്ന് എഴുതി. ഇനി എത്രാമത്തെ കാർബണല്ല മക്കളെ വരുന്നത്? 3 അല്ലേ? സോ 3. ഇനി എന്തായിരിക്കും പിൻ പ്രത്യയം? ഓൺ. പെൻറ്റൻ 3 ഓൺ. ഈ രീതിയിലാണ് കീറ്റോ ഗ്രൂപ്പിൻ്റെ പേരുകളൊക്കെ എഴുതേണ്ടത് കേട്ടോ. ഇനി അവസാനത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഹാലോ ഗ്രൂപ്പാണ്. ഹാലോ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ, ഹാലോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെ പെടാം? ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അയോഡോ, അങ്ങനെ തന്നെ പറയണം. അതായത് ഫ്ലൂറിൻ വന്നാൽ ഫ്ലൂറോ എന്ന് വായിക്കണം, ക്ലോറിൻ വന്നാൽ ക്ലോറോ എന്ന് പറയണം, BR വന്നാൽ ബ്രോമോ എന്ന് പറയണം, I വന്നാൽ അയോഡോ എന്ന് പറയണം. ഹാലോ ഗ്രൂപ്പിൻ്റെ പേരുകൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? അപ്പോൾ അതിന് ഇക്വേഷൻ ഉണ്ട്. ആദ്യം ഹാലോ ഗ്രൂപ്പിന് സ്ഥാനം കൊടുക്കണം. അപ്പോൾ സ്ഥാനം കണ്ടെത്തണം. നമ്പറിങ് ചെയ്യണം നമ്മൾ കേട്ടോ. നമ്പർ ചെയ്യുമ്പോൾ ഹാലോ ഗ്രൂപ്പിന് ഏറ്റവും ചെറിയ സ്ഥാനം കിട്ടുന്ന രീതിയിലാണ് നമ്പറിങ് ചെയ്യേണ്ടത്. നമ്മൾ എക്സാമ്പിൾ പഠിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനാദ്യം നമുക്ക് സമവാക്യം പഠിക്കാം. ആദ്യം ഹാലോ ഗ്രൂപ്പിൻ്റെ സ്ഥാനം എഴുതുക. സ്ഥാനം എഴുതുമ്പോൾ നമ്പറല്ലേ, അപ്പോൾ ഹൈഫൻ കൊടുക്കണം. ഹൈഫൻ കഴിഞ്ഞിട്ട് നമ്മൾ ഹാലോ ഗ്രൂപ്പിൻ്റെ പേര് എഴുതുക. ഫ്ലൂറോ ആണോ, ക്ലോറോ ആണോ, ബ്രോമോ ആണോ, അയോഡോ ആണോ എന്ന് എഴുതുക. എന്നിട്ട് ആൽക്കെയിനിൻ്റെ പേര് എഴുതുക. അപ്പോൾ അത് പൂർത്തിയാവും. ഒരു എക്സാമ്പിൾ നോക്കാം. ഇതാ CH3 CH2 CH2 Cl എന്ന് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ 2 രീതിയിൽ നമ്പറിങ് കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും ശരിയായ നമ്പറിങ് മക്കളെ? ശരിയായ നമ്പറിങ് എന്ന് പറഞ്ഞാൽ ഹാലോ ഗ്രൂപ്പിന് ഏറ്റവും ചെറിയ സ്ഥാനം കിട്ടണം. മുകളിലത്തത് പ്രകാരം 3ാമത്തെ കാർബണിലാണ്, താഴത്തെ പ്രകാരം 1ാമത്തെ കാർബണിലാണ്. ഏതായിരിക്കും ശരി? ഇത് തെറ്റാണ്, ഇത് ശരിയാണ്. അപ്പോൾ ഇത് പ്രകാരം 1ാമത്തെ കാർബണിലാണ് Cl വരുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ പേര് എങ്ങനെ വരിക? ആദ്യം ഹാലോ ഗ്രൂപ്പിൻ്റെ സ്ഥാനം 1, പിന്നെ ഹാലോ ഗ്രൂപ്പിൻ്റെ പേര് ക്ലോറോ, പിന്നെ സ്പേസ് ഒന്നും ഇടരുത് കേട്ടോ. പിന്നെ ആൽക്കെയിൻ്റെ പേര് 3 കാർബണിലല്ലേ? പ്രൊപ്പെയിൻ. അപ്പോൾ 1 ക്ലോറോ പ്രൊപ്പെയിൻ എന്ന് വന്നു. ഇനി ഇവിടെയും നമ്മൾ ചിലപ്പോൾ 1ൽ കൂടുതൽ ഹാലോ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൈ, ട്രൈ എന്നൊക്കെ ഉപയോഗിക്കണം കേട്ടോ. എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഈ കേസിൽ നിങ്ങൾ നോക്കൂ, എന്തായിരിക്കും ഈ സംയുക്തത്തിൻ്റെ പേര് മക്കളെ? ഈ സംയുക്തത്തിൻ്റെ പേരെന്തായിരിക്കും? നമ്പറിങ് നമ്മൾ എവിടെ നിന്ന് കൊടുക്കും? വലത്തു നിന്ന് ഇടത്തോട്ട് കൊടുക്കാം. അങ്ങനെ കൊടുത്താലാണ് ഹാലോ ഗ്രൂപ്പിന് ഏറ്റവും ചെറിയ സ്ഥാനം കിട്ടുക അല്ലേ? അപ്പോൾ നോക്കുക, 1 2 3 4. ഏതൊക്കെ സ്ഥാനങ്ങളിലാണ് ഹാലോ ഗ്രൂപ്പ് വരുന്നത്? 2ാമത്തെ. എത്ര തവണ വരുന്നുണ്ട്? 2 തവണ. അപ്പോൾ എന്താ വരിക? 2,2 ഹൈഫൺ. എത്ര ബ്രോമിൻ ഉണ്ട് മക്കളെ? 2 ബ്രോമിൻ. അപ്പോൾ ഡൈ. ബ്രോമിൻ ആണെങ്കിൽ എന്താ പറയുക നമ്മൾ? ബ്രോമോ. ഇത് പറയണം, ബ്രോമോ. എത്ര കാർബൺ ടോട്ടൽ? 4 കാർബൺ. സോ 2,2 ഡൈ ബ്രോമോ ബ്യൂട്ടെയിൻ എന്നാണ് ഇതിൻ്റെ പേര് വരിക. ഇത് പ്രകാരം നിങ്ങൾ ഈ പട്ടിക ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കേസിൽ 2,3 ഡൈ ക്ലോറോ ബ്യൂട്ടെയിൻ എന്നാണ്. അപ്പോൾ ടോട്ടൽ 4 കാർബണുള്ള കേസാണ്. ഹാലോ ഗ്രൂപ്പ് ക്ലോറിനാണ്. എത്ര ക്ലോറിൻ ഉണ്ട്? 2 ക്ലോറിൻ ഉണ്ട്. ഏതൊക്കെ സ്ഥാനങ്ങളാണ്? 2ലും 3ലും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ 4 കാർബണിൽ ചെയ്യുന്നവരേക്കും 1 2 3 4 വരയ്ക്കുക. എന്നിട്ട് സ്ഥാനങ്ങൾ കൊടുക്കുക. 2ലും 3ലും ബ്രോമിൻ വരുന്നു. 2ൽ1 ബ്രോമിൻ കൊടുത്തു, 3ലും 1 ബ്രോമിൻ കൊടുത്തു. റെഡിയല്ലേ? ഇനി വാലൻസി കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. സംയോജകത പൂർത്തീകരിക്കുക. ഇതിൻ്റെ പേരെന്തായിരിക്കും മക്കളെ? നമ്പറിങ് ചെയ്യുമ്പോൾ 2ാമത്തെ സ്ഥാനത്താണ് ഫ്ലോറിൻ വരിക. അപ്പോൾ 2 ഫ്ലൂറോ പ്രൊപ്പെയിൻ ആയിരിക്കും. ഇതിൻ്റെ പേരെന്തായിരിക്കും? 1 അയഡോ പെൻറ്റെയിൻ. റെഡിയല്ലേ?
ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടുള്ള ആൽക്കോക്സി ഗ്രൂപ്പാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് ഒരു O ആണ് കേട്ടോ. അതായത് ആൽക്കോക്സി ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേരാണ് ഈഥറുകൾ. എന്താ വിളിക്കുക? ഈഥറുകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു സാധാരണ നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് എങ്ങനെയാണ് പേര് എഴുതേണ്ടത്? ആൽക്കോക്സി ആൽക്കെയിൻ. ഈ രീതിയിലാണ് നമ്മൾ അതിനെ പേര് എഴുതേണ്ടത് കേട്ടോ. അതായത് 2 വാക്കുകളുണ്ടാവും. ഒന്ന് ആൽക്കോക്സി, രണ്ടാമത് ആൽക്കെയിൻ. ഇനി അതുപോലെ തന്നെ O ഗ്രൂപ്പിനെ ഈഥർ ലിങ്കേജ് എന്ന് വിളിക്കും. ഇവിടെ നമ്മൾ O കണ്ടു കഴിഞ്ഞാൽ ഇതിന് ഈ ലിങ്കേജിനെ പറയുന്ന പേരാണെന്ത്? ഈഥർ ലിങ്കേജ്. റെഡിയല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് പേര് എഴുതുന്നത്? ആരായിരിക്കും ആൽക്കോക്സി, ആരായിരിക്കും ആൽക്കെയിൻ? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈഥർ ലിങ്കേജിന് ഇരുവശവുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളിൽ നീളം കൂടിയതിനെ നമ്മൾ ആൽക്കെയിനായിട്ടും നീളം കുറഞ്ഞതിനെ നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പായിട്ടും പരിഗണിക്കണം. ഈ ചിത്രത്തിൽ നിങ്ങൾ നോക്കൂ, ഓൻ്റെ 2 സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പില്ലേ? നീളം കൂടിയത് ഏതാ മക്കളെ? നീളം കൂടിയ ചെയിൻ ഏതാണ്? പറയൂ. ഈ കേസിൽ നീളം കൂടിയ ചെയിൻ ഏതാണ്? യെസ്, ഇതാണ് നീളം കൂടിയത്, ഇത് നീളം കുറഞ്ഞതാണ്. നീളം കൂടിയതിനെ നമ്മൾ എന്താ വിളിക്കേണ്ടത്? നീളം കൂടിയതിന് ആൽക്കെയിനായിട്ടും നീളം കുറഞ്ഞതിന് എന്താ പറയേണ്ടത്? ആൽക്കോക്സി ഗ്രൂപ്പായിട്ടുമാണ് പറയേണ്ടത്. റെഡിയല്ലേ? നീളം കുറഞ്ഞത് ഒരു കാർബണുള്ള ആൽക്കൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ അതിനെന്ത് വിളിക്കണം? മിത്തോക്സി. എന്ത് വിളിക്കണം? മിത്തോക്സി. ഒരു കാർബണല്ലേ? മിത്തോക്സി. ഈ നീളം കൂടിയത് ഈഥെയിൻ ആണ്. അപ്പോൾ ആൽക്കെയിൻ ഏതാണ്? ഈഥെയിൻ. അപ്പോൾ മിത്തോക്സി, ഈഥെയിൻ. റെഡിയാണല്ലോ? എന്തായത് നോക്കൂ, 2 സൈഡിലും മിഥൈൽ ഗ്രൂപ്പാണ്, സെയിം ആണ്. അപ്പം ഒരാൾ നമ്മൾ ആൽക്കോക്സി ആയിട്ട് എടുക്കും, ഒരാളെ ആൽക്കെയിനാക്കി എടുക്കും. പേരെന്താ വരിക? മിത്തോക്സി, മീഥെയിൻ. ഈ കേസിൽ നീളം കുറഞ്ഞ ചെയിൻ ഇതാണ്, നീളം കൂടിയത് ഇതാണ്. അപ്പോൾ അത് പ്രകാരം പേരെന്തായിരിക്കും? ഒരു കാർബണാണ് നീളം കുറഞ്ഞത്, അപ്പോൾ അതിനെ മിത്തോക്സി എന്ന് വിളിക്കും. നീളം കൂടിയത് 3 കാർബൺ ഉണ്ട്, അതിന് പ്രൊപ്പെയിൻ. അപ്പോൾ മിത്തോക്സി, പ്രൊപ്പെയിൻ. ഇനി ഇവിടെ കൊടുത്ത് ഇത്തോക്സി പ്രൊപ്പെയിൻ എന്ന് കൊടുത്തിരിക്കുന്നു. പേര് കൊടുത്തിരിക്കുന്നു, ഘടന വരയ്ക്കാൻ പറഞ്ഞു. പേര് നോക്കിയിട്ട് എങ്ങനെ ഘടന വരയ്ക്കാം മക്കളെ? ആദ്യം വരുന്ന ഇത്തോക്സി എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞതല്ലേ? നീളം കുറഞ്ഞതെന്ന് പറയുമ്പം അവിടെ എണ്ണം കുറവായിരിക്കും അല്ലേ? അതോ CH3 CH2 എന്നായിരിക്കും, 2 കാർബൺ. അതിൻ്റെ ഇടയിലാണ് ഈഥർ ലിങ്കേജ് വരിക, O വരിക. ഇനി പ്രൊപ്പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാർബൺ ഉണ്ടോ ഇപ്പുറത്ത്, അപ്പോൾ പേരുന്നത് CH2 CH2 CH3. റെഡിയല്ലേ? ഓക്കെ, റെഡി. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഇത്തോക്സി പ്രൊപ്പെയിൻ. ചെറുത് ഇത്തോക്സി, വലുത് പ്രൊപ്പെയിൻ. റെഡിയാണല്ലോ? ഇത്രയേ ഉള്ളൂ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ. ടോട്ടൽ 6 ഫങ്ഷണൽ ഗ്രൂപ്പാണ്. 1 ആൽക്കോക്സി ഗ്രൂപ്പ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, 2 കാർബോക്സിൽ ഗ്രൂപ്പ്, 3 ആൽഡിഹൈഡ് ഗ്രൂപ്പ്, 4 കീറ്റോ ഗ്രൂപ്പ്, 5 ഹാലോ ഗ്രൂപ്പ്, 6ാമത്തത് ആൽക്കോക്സി ഗ്രൂപ്പ്. ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണത്തിൽ അവസാനത്തെ ടോപ്പിക്കാണ് അരോമാറ്റിക് സംയുക്തങ്ങൾ. അരോമാറ്റിക് സംയുക്തങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക്. ആകെ നമുക്ക് 3 എക്സാമ്പിൾ പഠിച്ചാൽ മതി. അരോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഈ കേസ് നോക്കൂ, ഇതൊരു ഡബിൾ ബോണ്ടല്ലേ, പിന്നെ സിംഗിൾ ബോണ്ടല്ലേ, പിന്നെയും ഡബിൾ ബോണ്ടല്ലേ, പിന്നെ സിംഗിൾ ബോണ്ട്, പിന്നെ ഡബിൾ ബോണ്ട്, സിംഗിൾ. ഇത്തരത്തിൽ ഒന്നിടവിട്ട് ഒരു സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും വരുന്ന ഹൈഡ്രോ കാർബൺസിനെ പറയുന്ന പേരാണ് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്. റെഡിയാണല്ലോ? യെസ്. ഓക്കെ, ഈ കൊടുത്തിരിക്കുന്നതിൻ്റെ പേരാണ് ബെൻസീൻ. ഈ തന്നിരിക്കുന്ന സംയുക്തത്തിൻ്റെ പേരാണ് ബെൻസീൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബെൻസീൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് ബെൻസീൻ. ബെൻസീനൊക്കെ വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഇതുപോലെ ജസ്റ്റ് വരച്ചിട്ട് ഒരു ഡബിൾ ബോണ്ട്, പിന്നെ സിംഗിൾ ബോണ്ട്, പിന്നെ ഡബിൾ ബോണ്ട് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ബെൻസീൻ കിട്ടും. റെഡിയല്ല? എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. എത്ര കാർബൺ ഉണ്ടോ ബെൻസീനിൽ? നീ ഓരോ കോർണർ നോക്കൂ, എത്ര കാർബൺ ടോട്ടൽ? C6. ഹൈഡ്രജനോ? H6. അപ്പോൾ ബെൻസീനിൻ്റെ തന്മാത്രാ സൂത്രം എന്താണ്? C6H6 ആണ്. ബെൻസീൻ എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് കോമ്പൗണ്ടാണ് മക്കളെ? അരോമാറ്റിക് ആണ്. ഏതാണ്? അരോമാറ്റിക്. റെഡിയാണല്ലോ? ഈ സംയുക്തത്തിൻ്റെ പേരെന്ത്? ബെൻസീൻ. ഈ സംയുക്തത്തിൻ്റെ തന്മാത്രാ സൂത്രം എഴുതുക, C6H6. ഇനി ബെൻസീനിൽ ഒരു Hന് പകരം നമ്മൾ OH കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഫീനോൾ. ഇനി ഒരു Hന് പകരം നമ്മൾ COOH ആക്കി മാറ്റി അതിനെ പറയുന്ന പേരാണ് ബെൻസോയിക് ആസിഡ്. ഈ 3 എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ ഈ ടോപ്പിക്കിൽ. ഓക്കെ, നമുക്കിനി ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്, അതാണ് ഇനി പഠിക്കാനുള്ളത്, ഐസോമെറിസം. ഐസോമെറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ളതുമായ സംയുക്തങ്ങളെയാണ് നമ്മൾ ഐസോമറുകൾ എന്ന് വിളിക്കുന്നത്. ഈ പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ഐസോമെറിസം. റെഡിയാണല്ലോ? ഇവയുടെ ഘടനാവാക്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതായത് നമുക്ക് ഐസോമെറിസത്തിൻ്റെ ഡെഫിനിഷൻ എല്ലാവരും പഠിച്ചു വെക്കണം. ഇനി ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും 4 ടൈപ്പ് ഓഫ് ഐസോമെറിസമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തേതാണ് ചെയിൻ ഐസോമെറിസം, രണ്ടാമത്തെ ഐസോമെറിസമാണ് പൊസിഷൻ ഐസോമെറിസം, മൂന്നാമത്തേത് ഫങ്ഷണൽ ഐസോമെറിസം. ഫങ്ഷണൽ ഐസോമെറിസത്തിൻ്റെ കേസിൽ മക്കളെ ഈ വരുന്നത് ഈ രീതിയിലാണ് കേട്ടോ.
ഫങ്ഷണൽ ഐസോമറിസം. റെഡിയാണല്ലോ. നാലാമത്തെ കേസാണ് ഇത് മെറ്റാമറിസം. നാലാമത്തെ കേസാണ് മെറ്റാമറിസം. ഓക്കെ അല്ലേ? ഇത് നമുക്ക് ഓരോന്ന് 1 by 1 പഠിക്കാം. ഒന്നാമത്തെ കേസ് ചെയിൻ ഐസോമറിസമാണ്. ഒന്നാമത്തെ കേസ് ചെയിൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ മക്കൾ ആ പേരിൽ തന്നെയുണ്ട്. ഈ ചെയിൻ ഐസോമറിസത്തിൽ ഒരേ തന്മാത്രാ സൂത്രമായി. തന്മാത്രാ സൂത്രം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു ഘടന തന്നു കഴിഞ്ഞാൽ അതിലെ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും എണ്ണം എണ്ണി നോക്കുക. എണ്ണിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫോർമുല കിട്ടുമല്ലോ. അതിന് പറയുന്ന പേരാണ് തന്മാത്രാ സൂത്രം. റെഡിയാണല്ലോ. ഒരേ തന്മാത്രാ സൂത്രമുള്ളവയും എന്നാൽ കാർബൺ ചെയിനിൻ്റെ ഘടനയിൽ വ്യത്യസ്തത പുലർത്തുകയും ചെയ്യുന്ന സംയുക്തങ്ങളെയാണ് നമ്മൾ ചെയിൻ ഐസോമറുകൾ എന്ന് പറയുന്നത്. ഈ പ്രതിഭാസത്തെ പറയുന്ന പേരാണെന്ത്? ചെയിൻ ഐസോമറിസം. നിങ്ങൾക്ക് ഇവിടെ താഴെ 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ 2 എക്സാമ്പിളിലേക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇപ്പോൾ ഒന്നാമത്തെ കേസിൽ മക്കളെ എത്ര കാർബൺ ഉണ്ടാ? ഒന്ന് നോക്കുക, എത്ര കാർബണാണ് ഒന്നാമത്തെ കേസിൽ വരുന്നത്? 1 2 3 4 കാർബൺ. C4 ആണ്. റെഡി. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 5 7 10. H10 വരും. C4H10 ആണ് ഇതിൻ്റെ തന്മാത്രാ സൂത്രം. ഈ കേസിൽ എന്താ തന്മാത്രാ സൂത്രം നോക്കും മക്കളെ. എത്ര കാർബൺ ഉണ്ട് ടോട്ടൽ? 4 കാർബൺ അല്ലേ? എത്ര ഹൈഡ്രജൻ ഉണ്ട് ടോട്ടൽ? 10 കാർബൺ 10 ഹൈഡ്രജൻ അല്ലേ? നോക്കൂ, രണ്ടിൻ്റെയും തന്മാത്രാ സൂത്രം സെയിം അല്ലേ? C4H10. എന്തിലാണ് വ്യത്യാസമുള്ളത്? ഇത് നേരായിട്ടുള്ളൊരു ചെയിനാണ്. ഇതിൽ ശാഖകൾ വരുന്നുണ്ടല്ലേ. അപ്പോൾ രണ്ടിൻ്റെയും ചെയിനിൻ്റെ ഘടനയിൽ വ്യത്യാസം വന്നില്ലേ? അപ്പോൾ ഒരേ തന്മാത്രാ സൂത്രവും അതിൻ്റെ ചെയിനിൻ്റെ ഘടനയിൽ വ്യത്യസ്തത പുലർത്തുകയും ചെയ്യുന്ന ഐസോമറുകളെ പറയുന്ന പേരാണെന്ത്? ചെയിൻ ഐസോമറുകൾ. അപ്പോൾ ഇത് രണ്ടും ചെയിൻ ഐസോമറുകൾക്ക് ഉദാഹരണമാണ്. ഇങ്ങനെയാണ് നമ്മൾ ഐസോമറുകളെ കണ്ടെത്തുക കേട്ടോ. ക്വസ്റ്റ്യൻ ഇതുപോലെ തരും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് ഏത് ഐസോമറാന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്മാത്രാ സൂത്രം കണ്ടെത്തണം. പിന്നെ എന്തിലാണ് വ്യത്യാസം നോക്കുക. ചെയിനിൻ്റെ ഘടനയിലാണ് വ്യത്യാസമെങ്കിൽ അത് ചെയിൻ ഐസോമർ ആയിരിക്കും. റെഡിയല്ലേ? ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്ത എക്സാമ്പിളാണ് പെൻറ്റെയിൻ. എല്ലാവർക്കും അറിയാലോ മക്കൾ, 5 കാർബണുള്ള ആൽക്കൈനാണ് പെൻറ്റെയിൻ. ഈ പെൻറ്റെയിന് എത്ര ചെയിൻ ഐസോമറുകൾ പോസിബിൾ ആണ് ചോദിച്ചെങ്കിൽ ആൻസറാണ് 3. അത് വരയ്ക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അത് വരയ്ക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ വ്യത്യസ്ത രീതിയിൽ വരച്ച് നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേസിൽ പെൻറ്റെയിനിൻ്റെ 2 ചെയിൻ ഐസോമറുകളുടെ ഘടനാവാക്യം നൽകിയിരിക്കുന്നു. ടോട്ടൽ എത്ര പെൻറ്റെയിൻ ഉണ്ടാവും മക്കളെ? 3 എണ്ണല്ലേ? 1 നേരായൊരു ചെയിൻ വരച്ചു. റെഡിയാണല്ലോ. ഇനി രണ്ടാമത്തിൽ എന്ത് ചെയ്തു? അവർ ഒരു ശാഖ കൊടുത്തു, ബാക്കി 4 കാർബൺ മുകളിൽ കൊടുത്തു. ഇതും പെൻറ്റെയിൻ. ഇനി മൂന്നാമത്തെ ചിത്രം എങ്ങനെയാണ് വരിക? എണ്ണി നോക്കൂ കാർബൺ എണ്ണം 1 2 3 4 5. 5 കാർബൺ അല്ലേ? C5. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 6 9 12. H12 അല്ലേ മക്കളെ? റെഡിയാണോ? അപ്പോൾ ഇതും എന്താണ്? ഇതിൻ്റെ ഘടനാവാക്യമാണ്. അപ്പം മൂന്നാമത്തെ ഐസോമറാണ് ആരുടെ? പെൻറ്റെയിനിൻ്റെ. പെൻറ്റെയിനിന് എത്ര ചെയിൻ ഐസോമറുകൾ പോസിബിളാണ്? 3. അതുപോലെ ഹെക്സെയിൻ എടുക്കുകയാണെങ്കിൽ അതിന് എത്ര ചെയിൻ ഐസോമറുകൾ പോസിബിളാണ്? 5 എണ്ണം പോസിബിളാണ്. അത് നിങ്ങൾ ഇതുപോലെ ഒന്ന് വരച്ച് നോക്കുക കേട്ടോ. റെഡി? ഐസോമറാണ് മക്കളെ പൊസിഷൻ ഐസോമർ. എന്താ പൊസിഷൻ ഐസോമർ എന്ന് പറഞ്ഞാൽ? ഒരേ തന്മാത്രാ സൂത്രവും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പും അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങളിൽ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനം വ്യത്യസ്തമാണെങ്കിൽ അവയെ നമ്മൾ പൊസിഷൻ ഐസോമറുകൾ എന്നാണ് പറയാറ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക എല്ലാവരും. ഈ കേസിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം അല്ലേ? OH. 2 കേസിൽ OH അല്ലേ മക്കളുള്ളത്? രണ്ടിൻ്റെയും തന്മാത്രാ സൂത്രം ഒന്ന് നോക്കൂ. ഒന്നാമത്തെ കേസിൽ തന്മാത്രാ സൂത്രം 3 കാർബൺ C3. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 8 ഹൈഡ്രജൻ H8. എത്ര ഓക്സിജൻ ഉണ്ടാ? ഒരു ഓക്സിജൻ C3H8O. ഇതിലും C3H8O എന്നാണ് തന്മാത്രാ സൂത്രം വരിക. ഒരേ തന്മാത്രാ സൂത്രമാണ്, ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. പക്ഷേ എന്താ വ്യത്യാസമുള്ളത്? ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനം വ്യത്യസ്തമാണ്. ഒന്നാമത്തെ കേസിൽ ഫസ്റ്റ് കാർബണിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്, രണ്ടാമത്തേലോ സെക്കൻഡ് കാർബണിലാണ് വരുന്നത്. ഇത്തരത്തിലുള്ള ഐസോമറുകളെ പറയുന്ന പേരാണ് പൊസിഷൻ ഐസോമറുകൾ. റെഡിയല്ലേ? ഇനി ചില സമയത്ത് മക്കളെ നമ്മൾ ഈ ഡബിൾ ബോണ്ടും അതുപോലെ ട്രിപ്പിൾ ബോണ്ടും ഒക്കെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് നമ്മൾ പരിഗണിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുക. ഇതിൻ്റെ ഫോർമുല വരുന്ന തന്മാത്രാ സൂത്രം എന്താണ്? C4H8 എന്നാണ്. ഇതിൻ്റെ C4H8 എന്നാണ്. രണ്ടിൻ്റെയും തന്മാത്രാ സൂത്രം സെയിമാണ് അല്ലേ? പക്ഷെ എന്താ വ്യത്യാസമുള്ളത്? ഡബിൾ ബോണ്ടിൻ്റെ സ്ഥാനം രണ്ടിലും ഡബിൾ ബോണ്ടും ഉണ്ട്. അപ്പോൾ ഡബിൾ ബോണ്ടിനൊക്കെ നമ്മളൊരു ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് പരിഗണിക്കണം കേട്ടോ. രണ്ടിൻ്റെയും ഡബിൾ ബോണ്ടും ഉണ്ട്, പക്ഷേ ഡബിൾ ബോണ്ടിൻ്റെ സ്ഥാനം വ്യത്യസ്തമാണ്. ഇതിൽ ഒന്നാമത്തെ കാർബണിലാണ്, ഇവിടെയോ രണ്ടാമത്തെ കാർബണിലാണ്. അപ്പോൾ ഇതും എന്തിന് ഉദാഹരണമാണ്? പൊസിഷൻ ഐസോമറിന് ഉദാഹരണമാണ്. ഈ കേസിൽ നോക്കൂ, 2 കേസിലും മോളിക്കുലാർ തന്മാത്രാ സൂത്രം എന്താ വരുന്നത്? C4H6 എന്നായിരിക്കും. C4H6 എണ്ണി നോക്കുക കേട്ടോ. ഇനി രണ്ടിലും
ട്രിപ്പിൾ ബോണ്ടില്ലേ, ഇത് ഒന്നാമത്തെ കാർബണിലാണ്, ഇതോ രണ്ടാമത്തെ കാർബണിലാണ് വരുന്നത്. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടിൻ്റെ സ്ഥാനം വ്യത്യസ്തമാണ്. ഒരേ തന്മാത്രാ സൂത്രമാണ്, ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പാണ്, പക്ഷേ അതിൻ്റെ സ്ഥാനം വ്യത്യസ്തമാണ്. അപ്പോൾ ഇതും എന്തിന് ഉദാഹരണമാണ്? പൊസിഷൻ ഐസോമറിന് ഉദാഹരണമാണ്. ഇങ്ങനെയാണത് പഠിക്കേണ്ടത് മക്കളെ. കേസ് നോക്കാം. ഫങ്ഷണൽ ഐസോമറിസം. ഫങ്ഷണൽ ഐസോമറിസത്തിൽ നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? യെസ്, എന്താണ് ഫങ്ഷണൽ ഐസോമർ എന്ന് പറഞ്ഞാൽ? ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവയെ പറയുന്ന പേരാണെന്ത്? ഫങ്ഷണൽ ഐസോമറുകൾ. എക്സാമ്പിൾ നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ മക്കളെ, ഇതിൻ്റെ ഒന്നാമത്തിൻ്റെ തന്മാത്രാ സൂത്രം എന്തായിരിക്കും? എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ, C2. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 6 ഹൈഡ്രജൻ ഉണ്ടാവും. എത്ര ഓക്സിജൻ ഉണ്ട്? ഒരു ഓക്സിജൻ. അപ്പോൾ C2H6O. രണ്ടാമത്തേൻ്റെ നോക്കൂ നിങ്ങൾ, C2H6O അല്ലേ? രണ്ടിൻ്റെയും തന്മാത്രാ സൂത്രം സെയിം ആണ്, തുല്യമല്ലേ? എന്താ വ്യത്യാസമുള്ളത്? ഒന്നാമത്തെ കേസിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്, രണ്ടാമത്തേലോ O ആണ്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് മാറി. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഫങ്ഷണൽ ഗ്രൂപ്പും ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫങ്ഷണൽ ഐസോമറിസം. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ CHO ആണ്, ഇവിടെ CO ആണ്. ഇതിൻ്റെ തന്മാത്രാ സൂത്രം എന്താ മക്കളെ? C3H6O ആണ്. നോക്കൂ. യെസ്, ഇവിടെയോ C3H6O. രണ്ട് കേസിലും തന്മാത്രാ സൂത്രം സെയിം ആണ്. എന്തിലാണ് വ്യത്യാസമുള്ളത്? ഫങ്ഷണൽ ഗ്രൂപ്പ് മാറി. ഇവിടെ ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്, ഇവിടെ കീറ്റോ ഗ്രൂപ്പാണ്. അത്തരത്തിലുള്ള ഐസോമറുകളെ പറയുന്ന പേരാണ് ഫങ്ഷണൽ ഐസോമേഴ്സ്. പ്രതിഭാസത്തെ പറയുന്ന പേരാണെന്ത്? ഫങ്ഷണൽ ഐസോമറിസം. റെഡിയാണല്ലോ? ഇനി ലാസ്റ്റ് കേസിലേക്ക് പോവാം. നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് മെറ്റാമറിസം. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് കേട്ടോ മക്കളെ. അപ്പോൾ മെറ്റാമറിസം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഒരേ തന്മാത്രാ സൂത്രമായിരിക്കും, അതുപോലെ അവരുടെ ഇടയിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതായിരിക്കും? സംയോജകത 2 വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും. അതാരൊക്കെയാണ്? OO അല്ലെങ്കിൽ COO. ഇനി ഇവരുടെ ഇരുവശവുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ വ്യത്യാസവും കൊണ്ടുണ്ടാകുന്ന ഐസോമറിസത്തെ പറയുന്ന പേരാണ് മെറ്റാമറിസം. ഇതിന് 2 സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് വ്യത്യാസം. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ ഒന്നാമത്തെ കേസ് എക്സാമ്പിൾ നോക്കുക. 2 കേസിലും ഇഥൈൽ ഗ്രൂപ്പാണ് വരുന്നത്. പക്ഷേ അടുത്ത കേസിലായപ്പം ഒന്നിൽ മിഥൈലും രണ്ടാമത്തിൽ പ്രൊപ്പൈലുമായി. അപ്പം വ്യത്യാസം വന്നല്ലോ. അപ്പം ഒരേ രണ്ടിൻ്റെയും തന്മാത്രാ സൂത്രം സെയിം ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ സംയോജകത 2 വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഇടയിൽ വരുന്നത്. പക്ഷേ അതിൻ്റെ 2 സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം മാറിയതുകൊണ്ട് ഇത് എന്തിന് ഉദാഹരണമാണ്? മെറ്റാമറുകൾക്ക് ഉദാഹരണമാണ്. ആ ഐസോമറിസത്തിൻ്റെ പേരാണ് മെറ്റാമറിസം എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത കേസ് നോക്കൂ. CO ആണ് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്. കണ്ടാൽ തന്നെ അറിയാം ഇതൊരു ബൈവാലൻ, അതായത് സംയോജകത 2 വരുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് നമ്മൾ അറിയണം ഇവിടെ ഒരു മെറ്റാമറിസത്തിൻ്റെ സാധ്യത കൂടുതലാണ്. ഇനി അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് രണ്ടിൻ്റെയും തന്മാത്രാ സൂത്രം. എത്രയും മക്കൾ? ഒന്നാമത്തെ തന്മാത്രാ സൂത്രം C5. H എത്ര പേരുണ്ട്? H10 അല്ലേ? C5H10. അടുത്തത് എന്താണ്? C5 അല്ലേ? ഓക്കെ, H10 ആണോ? 4 6 10 H10 ആണ്. ദെൻ C5H10O. രണ്ടിൻ്റെയും തന്മാത്രാ സൂത്രം സെയിം ആണ്. എന്തിലാണ് വ്യത്യാസമുള്ളത്? അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ 2 സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൽ വ്യത്യാസമുണ്ട്. ആൽക്കൈൽ ഗ്രൂപ്പിൽ വ്യത്യാസമില്ലേ? ഫസ്റ്റ് കേസിൽ രണ്ടിലും ഇഥൈലായിരുന്നു. രണ്ടാമത്തെ കേസായപ്പോൾ ഒന്ന് മിഥൈലായി, ഒന്ന് പ്രൊപ്പൈലായി. അപ്പോൾ രണ്ടിലും വ്യത്യാസം വന്നല്ലോ. അപ്പോൾ ഇവരും എന്തിന് എക്സാമ്പിളാണ്? മെറ്റാമറുകൾക്ക് എക്സാമ്പിളാണ്. മെറ്റാമറാന്ന് എങ്ങനെ കണ്ടെത്തുക? ഒരേ തന്മാത്രാ സൂത്രമായിരിക്കും. അതുപോലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നെങ്കിൽ COO അല്ലെങ്കിൽ OO ആയിരിക്കും. അതിന് 2 സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അവയെ പറയുന്ന പേരാണ് മെറ്റാമറുകൾ. ഇന്ന് ഒരു ചോദ്യം നോക്കും മക്കളെ. CH3 CH2 CH2O CH2 CH2 CH3 എന്ന സംയുക്തത്തിൻ്റെ ഏതെങ്കിലും 2 മെറ്റാമറുകളുടെ ഘടനാവാക്യം IUPAC നാം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെ ചെയ്യുക? അപ്പോൾ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഫങ്ഷണൽ ഗ്രൂപ്പ് O ആണ്. 2 സൈഡിലും 3 കാർബണുള്ള ആൽക്കൈൽ ഗ്രൂപ്പല്ലേ വരുന്നത്. അപ്പോൾ ടോട്ടൽ 6 കാർബണേ വരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2 സൈഡിലുള്ള എണ്ണത്തിലൊരു വ്യത്യാസം ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ O എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ 2 സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണത്തിൽ ഒരു കേസിൽ 2 ആക്കി കൊടുക്കുക, ഒരു കേസിൽ 4 ആക്കി കൊടുത്തൂടെ? അതുപോലെ O എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ 2 സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തുക. ഒരു സൈഡിൽ 1 കാർബണുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് കൊടുക്കുന്നതിലോ 5. അപ്പോൾ ആ ഒരു ജോഡി നോക്കൂ. 3 3 ആണ് ഒന്നാമത്തെ കേസിൽ. ഇവിടെ 2 4. ഒരു സൈഡിൽ 2ഉം ഒരു സൈഡിൽ 4 കാർബണും. ഒരു സൈഡിൽ 1ഉം 5ഉം കൊണ്ട് ടോട്ടൽ 6 വരണം കേട്ടോ. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ ഘടന വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരയ്ക്കാം? ശ്രദ്ധിച്ച് നോക്കൂ. ഫസ്റ്റ് കേസ് 2 4 അല്ലേ പറഞ്ഞത് മക്കളെ? അപ്പോൾ ഒരു സൈഡിൽ 2 കൊടുക്കണം അല്ലേ? അപ്പോൾ എങ്ങനെ കൊടുക്കണം? CH3 CH2 2 കാർബൺ വന്നു. ഞാൻ അപ്പുറത്തെ സൈഡിൽ എത്ര കൊടുക്കണം? 4 കൊടുക്കണം. അപ്പോൾ CH2 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 CH3 എണ്ണമൊക്കെ സെയിം ആയിരിക്കും കേട്ടോ. വേറെ പേടിക്കാനൊന്നുമില്ല. അപ്പം ഇത് ഒരു മെറ്റാമർക്ക്
മെറ്റാമറായി മാറി. ഒന്നാമത്തെ ഘടനയ്ക്ക് ഇതൊരു മെറ്റാമറാണ്. ഇതിൻ്റെ പേരെന്തായിരിക്കും? ആൽക്കോക്സി ഗ്രൂപ്പ് അല്ലേ? അപ്പോൾ ഏത് രീതിയിലാണ് ഇതിൻ്റെ ആൽക്കോക്സി ആൽക്കെയിൻ? നീളം കുറഞ്ഞ ചെയിൻ ഏതാ? ഇവിടെ അല്ലേ 2 കാർബൺ അല്ലേ? നീളം കൂടിയത് 4 കാർബൺ. പേരെന്തായിരിക്കും? ഇത്തോക്സി ഈതെയിൻ. ഇത്തോക്സി ബ്യൂട്ടെയിൻ എന്നാണ് പേര് വരിക കേട്ടോ. എന്താ വരിക? ഇത്തോക്സി ബ്യൂട്ടെയിൻ. അടുത്ത കേസിൽ നമ്മൾ നോക്കുക, CH3 ഒരു സൈഡിൽ കൊടുത്തു, 1 കാർബൺ ആൽക്കൈൽ ഗ്രൂപ്പ്. മറു സൈഡിൽ എത്ര ആൽക്കൈൽ ഗ്രൂപ്പാണ് മക്കളെ? 5 കാർബണുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഘടന എങ്ങനെ വരയ്ക്കും? CH2 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 CH3. റെഡിയാണോ? ഇതാണ് അതിൻ്റെ എക്സാമ്പിൾസ്. റെഡിയല്ല? ഈ രീതിയിലാണ് നമ്മൾ മെറ്റാമറുകൾ വരയ്ക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി ലാസ്റ്റ്ലി ഒരു ചെറിയൊരു ചോദ്യം വരുന്നുണ്ട്. ആ ചോദ്യം ഈ ക്വസ്റ്റ്യനിലേക്ക് എല്ലാവരും നോക്കുക. ഞാൻ എല്ലാത്തിൻ്റെയും തന്മാത്രാ സൂത്രം അവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് കേസിലാണ് തന്മാത്രാ സൂത്രം സെയിം ആയിട്ട് വരുന്നത്? 1, 3, 5, 6. ഇവരുടെ അടുത്ത് 3. ഈ 4 പേരുടെയും തന്മാത്രാ സൂത്രം സെയിം ആണ്. അതുപോലെ 2ൻ്റെയും 4ൻ്റെയും. ഇതിൽ ചെയിൻ ഐസോമറുകൾ ആരൊക്കെയാണ്? ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ചെയിൻ ഘടനയും വരുന്ന ആരൊക്കെയാണ്? 2ഉം 4ഉമാണ് അല്ലേ? അതുപോലെ ഇനി ഇതിൽ മെറ്റാമറിസ് ഉണ്ടോ? മെറ്റാമറിസ് ആരൊക്കെയാണ്? ഒരേ തന്മാത്രാ സൂത്രവും സംയോജകത 2 വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പും അതിൻ്റെ 2 സൈഡിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മെറ്റാമറുകളാണ്. ഇതിൽ ആരൊക്കെയാണ് മെറ്റാമറുകൾ മക്കളെ? 3ഉം 5ഉം. റെഡിയല്ലേ? ഇനി അതുപോലെ ഇതിൽ പൊസിഷൻ ഐസോമറിസ് കാണിക്കുന്നത് ആരൊക്കെയാണ്? പൊസിഷൻ ഐസോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ തന്മാത്രാ സൂത്രമായിരിക്കണം, അതുപോലെ ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കണം, പക്ഷെ അതിൻ്റെ പൊസിഷനിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. ആരൊക്കെയാണ് മക്കളെ? പറ. 1ഉം 6ഉം ശരിയല്ലേ? അതുപോലെ 3ഉം 5ഉം പൊസിഷൻ ഐസോമറിസം കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് 3ഉം 5ഉം പൊസിഷനും കാണിക്കുന്നുണ്ട്, മെറ്റാമേഴ്സുമാണ്. ഓക്കെ അല്ലേ? ഇനി ഫങ്ഷണൽ ഐസോമറിസ് ആരൊക്കെയാണ്? ഫങ്ഷണൽ ഐസോമറിസ് എന്ന് പറഞ്ഞാൽ ഒരേ തന്മാത്രാ സൂത്രമായിരിക്കണം, അതുപോലെ വ്യത്യസ്ത ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആരൊക്കെയാണത്? 1ഉം 3ഉം ശരിയല്ലേ? അതുപോലെ 1ഉം 5ഉം ശരിയാണോ? ശരിയാണ്. 1ഉം 5ഉം ശരിയാണല്ലേ? അതുപോലെ 3ഉം 6ഉം ഒരേ തന്മാത്രാ സൂത്രമല്ലേ? വ്യത്യസ്ത ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ? 3ഉം 6ഉം ശരിയാണ്. അതുപോലെ 5ഉം 6ഉം. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇതിപ്പോൾ ഇതേ രീതിയിലാണ് ചോദ്യങ്ങൾ വരാറ്. കുറേ ഇതുപോലെ സംയുക്തങ്ങൾ തന്നിട്ട് ഐസോമർ ജോഡികൾ കണ്ടെത്താൻ ചോദിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്മാത്രാ സൂത്രം കണ്ടെത്തണം. എല്ലാത്തിനും തന്മാത്രാ സൂത്രം ഇതുപോലെ എഴുതി നോക്കുക. എന്നിട്ട് ബാക്കി അതിനനുസരിച്ച് ഇനി ചെയിനാണോ, പൊസിഷനാണോ, ഫങ്ഷനിലാണോ, മെറ്റാമറാണോ എന്ത് ചെയ്യണം? കണ്ടെത്തണം. ചെയിൻ കണ്ടെത്താൻ എളുപ്പമാണ്, മെറ്റാമർ കണ്ടെത്താൻ എളുപ്പമാണ്. അതുപോലെ ഫങ്ഷണലും പൊസിഷനും അത് നമ്മൾ ആ കൺസെപ്റ്റ് പഠിക്കണം. ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ തന്മാത്രാ സൂത്രം, വ്യത്യസ്ത ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ ഒരു ഫങ്ഷണൽ ഐസോമറാണ്. ഈ പൊസിഷൻ എങ്ങനെ മനസ്സിലാക്കുക? ഒരേ തന്മാത്രാ സൂത്രം, ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ്, പക്ഷേ ആ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പൊസിഷൻ ഐസോമറാണ്. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ കേട്ടോ. ഓക്കെ, ഇനി നന്നായിട്ടൊന്ന് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു.